പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഇപ്രകാരമായിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവവും ദൈവം നടത്തിയ നാൾ വഴികളെക്കുറിച്ചും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതിൽ നമ്മോടൊപ്പം ഇന്ന് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ വിചിത്ര ജോണ് തിരുവനന്തപുരത്ത് നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെയായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസി വിചിത്ര ജോണിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സന്തോഷായിരിക്കുന്നു മാസ്റ്ററെ, സന്തോഷായിരിക്കുന്നു. ഓക്കെ സിസ്റ്ററെ, ഞങ്ങൾക്ക് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന? വീട്ടിൽ ആരൊക്കെയുണ്ട്? അതെ, തീർച്ചയായും പരിചയപ്പെടുത്താം. എന്റെ പേര് വിചിത്ര എന്നാണ്. ഹസ്ബൻഡ് പാസ്റ്റർ ജോൺ ശോഭനദാസ്. 2 മക്കളാണ്. മൂത്തത് മകളാണ്, പേര് സ്റ്റെഫി ജോൺ ആണ്. അവള് BSc നഴ്സിംഗ് 3-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയത് മകനാണ് സാമുവൽ ജോൺ, +2 കൊമേഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പപ്പയും അമ്മയും ഞങ്ങള് 7 പേരടങ്ങിയ കുടുംബമാണ്. പപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അമ്മ ചെറുതായിട്ട് തയ്യലൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 7 മക്കളാണ്. 5 പെൺമക്കളും 2 ആണുങ്ങളും അടങ്ങിയ 7 പേര്. 7 പപ്പയും അമ്മയും ഉൾപ്പെടെ 9 പേരടങ്ങിയ ഒരു ഫാമിലിയിലെ 5ാമത്തെ മകളാണ് ഞാന്. കുട്ടിക്കാലത്ത് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം. എന്റെ സഹോദരങ്ങൾ എല്ലാവരും ഇന്ന് മിനിസ്ട്രിയിലായിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങള് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചും ദൈവം നടത്തിയ വഴികളെ കുറിച്ചും ഒക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ആശയ ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബ പശ്ചാത്തലത്തില് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്നറിഞ്ഞതിലും, ആ ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവിന്റെ വേലയില് കർത്താവിന്റെ ദാസി ആയിരിക്കുന്നു എന്നറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിക്ക് തുടർമാനമായിട്ട് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുള്ള അവസരമാണ്. തുടർന്ന് സംസാരിക്കാം. ദൈവത്തിന് മഹത്വം. ഞങ്ങള് പാരമ്പര്യമായിട്ട് എന്റെ പപ്പയും അമ്മയും ഹിന്ദു പശ്ചാത്തലത്തിലുള്ളവരായിരുന്നു. എന്നാല് കുറെ വർഷങ്ങൾക്ക് ശേഷം എന്റെ അമ്മ RCയുടെ ചർച്ചിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് CSI ചർച്ചില് കുറെ നാൾ ആരാധിച്ചു. ഞങ്ങള് കുഞ്ഞുനാളിൽ ഞങ്ങൾ 7 മക്കളാണെന്ന് പറഞ്ഞല്ലോ. 5 പെൺമക്കളും 2 ആൺമക്കളും. അങ്ങനെ ഒത്തിരി സമൂഹത്തിൽ നിന്നും ബന്ധുക്കളുടെ ഇടയിൽ നിന്നും പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്നത്തെ കാലയളവില്. കാരണം ഞങ്ങളെ വളർത്തുവാനും സാമ്പത്തികമായുള്ള വരുമാനങ്ങളൊന്നുമില്ല. പപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. പക്ഷെ കുഞ്ഞുനാള് മുതൽ തന്നെ എൻ്റെ അമ്മ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. അപ്പോ നല്ല നല്ല കഥകളും ബൈബിളിലെ ഓരോരോ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. CSI ചർച്ചിലാണ് പോകുന്നതെങ്കിലും വളരെ ഭക്തിയോടുകൂടെയാണ് ഞങ്ങളെ 7 പേരെയും വളർത്തിയത്. എല്ലാ രാത്രിയിലും കുടുംബ പ്രാർത്ഥന നിർബന്ധമായിരുന്നു. ഞങ്ങൾ 9 പേരും ചേർന്ന് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കും. അതിൽ ആരും ഉറങ്ങാനായിട്ട് പാടില്ല. കാരണം അന്ന് അടി തരുമായിരുന്നു പപ്പ. അങ്ങനെ പേടിച്ച് ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. പ്രഭാത പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും മുടങ്ങാതെ ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഇങ്ങനെ ഒത്തിരി കഥകൾ പറഞ്ഞു തരുന്നത് കൊണ്ട് ബൈബിളിലെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അന്ന് അറിയാം. CSI ചർച്ചിലായിരിക്കുമ്പോഴും പ്രസംഗത്തിൽ പങ്കെടുത്താലും കഥ പറച്ചിൽ അങ്ങനെയൊക്കെ ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ നല്ല സമ്മാനങ്ങളൊക്കെ അന്ന് ലഭിച്ചിട്ടുണ്ട്. അവിടെയും ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ടാണ് CSI ചർച്ചിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആ സഭയ്ക്ക് തന്നെ ഞങ്ങൾ ഒരു അനുഗ്രഹമായിരുന്നു. എൻ്റെ സഹോദരങ്ങള് അവിടുത്തെ യൂത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ബാലസഖ്യത്തിലൊക്കെ ഉണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകര്, അങ്ങനെ എല്ലാ നിലയിലും ഞങ്ങൾ 9 പേരും വളരെ നന്നായിട്ട് നിലനിന്ന ഒരു ചർച്ചായിരുന്നു കൊളത്തുമ്മൽ CSI ചർച്ച്.
പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുവിധം നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ പപ്പയുടെ ഒറ്റ വരുമാനം കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പപ്പ അതൊന്നും പുറത്ത് കാണിക്കാതെ വീട്ടിലെ കാര്യങ്ങൾ മുടങ്ങിയാലും ഞങ്ങൾക്ക് ഫീസ് തരാനായാലും ബുക്ക് വാങ്ങി തരാനായാലും വളരെ ശ്രദ്ധാപൂർവം ഞങ്ങളെ എല്ലാവരെയും നോക്കിയിരുന്നു. ആരെയും പരിഗണിക്കാതെ വിട്ടിട്ടില്ല. എല്ലാവർക്കും ഞങ്ങൾ ആവശ്യം പറയുമ്പോൾ അതനുസരിച്ച് തരുമായിരുന്നു. പക്ഷേ വീടിനകത്ത് ഒത്തിരി അമ്മ പ്രയാസപ്പെടുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി. അപ്പൊ അമ്മയ്ക്ക് ചെറിയൊരു തൊഴിലുണ്ട്. തയ്യൽ തയ്ക്കുമായിരുന്നു അമ്മ. അങ്ങനെ ആ കിട്ടുന്ന വരുമാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിക്കുക, വസ്ത്രം, അങ്ങനെയൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് പപ്പയും അമ്മയും ഞങ്ങളെ വളർത്തിയത്. നല്ല വിദ്യാഭ്യാസം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി തരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പിന്നെ CSI ചർച്ചിലായിരിക്കുമ്പോഴും അവിടെ ക്രിസ്മസിനൊക്കെ ഈ 10ാം ക്ലാസ്സും +2 പിന്നെ ഉന്നത തലങ്ങളിലൊക്കെ പഠിക്കുന്നവരെ ആദരിക്കുന്ന ദിവസമുണ്ട്. അന്നത്തെ ദിവസം നോക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് 5 പേര് ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാള് 10ാം ക്ലാസ് ജയിച്ച ഒരാള് +2 കഴിഞ്ഞത്, ഒരാൾ IT പാസ്സായി, ഒരാള് പോളിടെക്നിക്ക്, ഒരു ചേച്ചി TTC, അങ്ങനെ 5 പേര് ഒരു വേദിയിലിരുന്ന് അന്ന് ഞങ്ങള് അവിടെ നിന്നുള്ള അനുമോദനത്തിന് അർഹരായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മാനിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് ദൈവഭയത്തിലും ഭക്തിയിലും ഞങ്ങൾ വളർന്നു വന്നു. പക്ഷെ ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് പിന്നത്തേതിലാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങൾ ആയിരുന്ന സാഹചര്യത്തിൽ ദൈവത്തെ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്നു. പക്ഷെ ഒരിക്കലും പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിച്ചില്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടവുമില്ല ആഭരണം മാറ്റണം, പാസ്റ്റർമാരെ ഭാര്യമാരായി തീരണം. ഇതൊന്നും ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞുനാളിലൊന്നും ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഞങ്ങൾ ആരും ആഗ്രഹിച്ചതല്ല. പക്ഷെ അന്നേ എൻ്റെ അമ്മയുടെ ഒറ്റ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ എല്ലാവരും ദൈവവേലയിൽ പ്രയോജനപ്പെടണം. അങ്ങനെ ഒരു പ്രാർത്ഥന എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. ഈ ലോകപ്രകാരമുള്ള ജോലിയോ അതൊന്നുമല്ല ദൈവമേ, എൻ്റെ മക്കൾ എല്ലാവരും നിനക്ക് പ്രയോജനമുള്ളവരായി മാറണം എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമേ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ തുടർന്ന് ഞങ്ങൾക്ക് ന്യായമായ നല്ല വിദ്യാഭ്യാസങ്ങൾ നൽകി തന്നു. ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വേണ്ട ബുക്കുകൾ വാങ്ങി തരുന്ന അനേകരുണ്ടായിരുന്നു. കാരണം പഠിക്കുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞങ്ങളെ നല്ല സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അന്നത്തെ ട്യൂഷൻ ക്ലാസ്സുകളിൽ ഞങ്ങളെ തന്നെ വീടുകളിൽ വന്ന് അധ്യാപകർ വിളിച്ചു കൊണ്ടുപോകുമായിരുന്നു. കാരണം അന്നത്തെ റിസൾട്ടിൽ അവർക്കൊരു നോട്ടീസിൽ ഒരു ഫോട്ടോ കൂടെ കിട്ടിയാൽ അവരുടെ സ്ഥാപനത്തിന് ഒരു ക്രെഡിറ്റ് ആണല്ലോ. അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന് നിങ്ങൾ ഫീസ് ഒന്നും തരണ്ട, നിങ്ങൾ വന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച ഒത്തിരി സ്ഥാപനങ്ങൾ അന്നുണ്ടായിരുന്നു. അങ്ങനെ അനേകരുടെ സഹായവും സാമ്പത്തികമായ സപ്പോർട്ടും കൊണ്ട് ഞങ്ങൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസം നേടുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് സഹായിച്ചു. എൻ്റെ മൂത്ത ചേച്ചി സ്കൂൾ ഫസ്റ്റോട് കൂടി തന്നെ ആ വർഷത്തിൽ 1985 നല്ല ഉന്നതമായ മാർക്ക് വാങ്ങി പാസ്സായി. അങ്ങനെ ഞങ്ങളുടെ ഭവനം ഈ സമൂഹത്തിൽ അറിയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. കൂലിപ്പണിക്കാരനായ ഒരു പിതാവിന്റെ മകളാണ് എന്നുള്ളത്. അങ്ങനെ ഒത്തിരി പേര് വീണ്ടും ഞങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. പിന്നെ ഓരോരുത്തരുടെയും പഠനം അങ്ങനെ മുന്നോട്ട് നയിക്കപ്പെട്ടു. വളരെ നല്ല വിദ്യാഭ്യാസങ്ങൾ. പിന്നെ ഞാന് എൻ്റെ ചേച്ചി, എൻ്റെ അനിയത്തി, ഞങ്ങളെല്ലാം BEd വരെ പഠിച്ചു. എൻ്റെ അണ്ണൻ പോളിടെക്നിക്ക് പഠിച്ചു. എൻ്റെ മൂത്ത സഹോദരൻ IT കംപ്ലീറ്റ് ആക്കി. അപ്പൊ എല്ലാവർക്കും ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് വരെ പപ്പ ഞങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ ആഹാരത്തിന് ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ മിക്കവാറും ഞങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചിട്ടില്ല. എനിക്കൊക്കെ അത്രയും ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ചേച്ചി, എൻ്റെ അണ്ണന്മാരും ഒക്കെ ഒത്തിരി വിശപ്പ് കൊണ്ട് അവർ കരഞ്ഞിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഭക്ഷണം. പക്ഷെ പുറത്ത് ഒരു വ്യക്തി പോലും അറിയാതെ അതെല്ലാം അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരും. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുന്നത് കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങണം, ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അടുത്തുള്ളവർ പോലും ഞങ്ങൾ എന്താണ് കഴിക്കുന്നോ കുടിക്കുന്നോ ഒന്നും അവരാരും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. പക്ഷെ ആ ഒരു ഭക്തിയുള്ള കുടുംബത്തിലെ അംഗങ്ങളായിരുന്നത് കാരണം ദൈവം നമ്മെ വീണ്ടും സ്നേഹിച്ചു. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവ സാഹചര്യം ഒരുക്കി. അത് മാത്രമല്ല, എല്ലാ മാസങ്ങളിലും ഞങ്ങൾ ലവ് ആർമി ക്രൂസൈഡ് എന്ന് പറഞ്ഞ് വിൽസം ബ്രദറിന്റെ ഒരു ടീം ഉണ്ടല്ലോ, അതില് ഞങ്ങളുടെ ഭവനത്തില് എല്ലാ മാസത്തിലും അല്ലെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ഒക്കെ അനവധി ദൈവദാസന്മാർ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന അന്നും ഭയങ്കര താല്പര്യമാണ് ഞങ്ങൾക്ക്. പ്രാർത്ഥനയിലൂടെ ഒത്തിരി വിടുതലുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ
ഞങ്ങളുടെ കഷ്ടാവസ്ഥയെ കണ്ടിട്ട് ഒത്തിരി ദേവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് കരഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. രാത്രിയാണ് ഞങ്ങളുടെ വീട്ടിൽ ആരാധന നടക്കുന്നത്. അപ്പൊ ഈ ദേശത്തുള്ള പലരും, ഞങ്ങൾക്ക് നല്ലൊരു മുറ്റമുണ്ട്, അപ്പൊ ഒത്തിരി ബെഞ്ചുകളൊക്കെ ഉണ്ട്. എന്റെ ചേച്ചി ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ട്യൂഷൻ സ്ഥാപനം പോലെ ആയിരുന്നത് കാരണം ഒത്തിരി ബെഞ്ചുകളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അതെല്ലാം പറക്കി മുറ്റത്തിടുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഏരിയയിലുള്ള ഒത്തിരി പേര് മീറ്റിങ്ങിന് വേണ്ടി കടന്നു വരുമായിരുന്നു. പിന്നെ ആ ദേവദാസന് വന്നിരുന്ന് മണിക്കൂറുകളോളം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ടും അന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം സ്നാനം, ഞങ്ങൾ എടുത്ത സ്നാനം ശരിയല്ല, പരിശുദ്ധാത്മാഭിഷേകം ഉണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഇത് ആവശ്യമാണ്. പക്ഷെ നമുക്ക് CSI ചർച്ച് വിട്ടു വരാനായിട്ട് പറ്റത്തില്ല. അത്രയും ബന്ധം ഞങ്ങൾക്ക് അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയുടെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു ചർച്ച് കോഡിന്റെ ഒരു പ്രവർത്തനം പാസ്റ്റർ റസാലോ എന്ന് പറയുന്ന ദേവദാസൻ ഈ ഏരിയയിലൊക്കെ കടന്നു വന്നു വീടുകൾ തോറും വിസിറ്റ് ചെയ്യുവാനും ഒരു ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന തുടങ്ങുവാനിടയായി തീർന്നു. അപ്പൊ അതൊരു പെന്തക്കോസ്ത് ദേവദാസനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എന്നും വരുമ്പോൾ ഞങ്ങളെ മീറ്റിങ്ങിന് വിളിക്കും. ഞങ്ങള് അത്ര താല്പര്യമില്ല, കാരണം ഇനി എന്തായാലും പെന്തക്കോസ്തിലേക്ക് പോകേണ്ടി വരും. അതിനുള്ള ഐഡിയ ആണ് ഈ പാസ്റ്റർ എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും കള്ളത്തനം പറഞ്ഞ് വരാം പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിടുമായിരുന്നു. പക്ഷെ നിരന്തരമായിട്ട് ഈ ദേവദാസൻ ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയോട് പറയും, പിന്നെ അമ്മച്ചി പള്ളിയിൽ വരണം, നിങ്ങളുടെ അവസ്ഥയൊക്കെ ദൈവം മാറ്റും, ദൈവം നിങ്ങളെ മാനിക്കും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിനൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ ഇടയ്ക്ക് ആരാധനയ്ക്കൊക്കെ പോകുമെങ്കിലും ചർച്ച് വിട്ടു വരാനുള്ള ഒരു താല്പര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ നിരന്തരമായിട്ട് ദേവദാസൻ വിളിക്കുന്നത് കാരണം ഒരു ദിവസം എൻ്റെ അമ്മ പെന്തക്കോസ്ത് ചർച്ചിൽ ഓല കൊണ്ട് മറച്ച പിന്നെ ഒരു കൊച്ചു ചർച്ചാണ്, അവിടത്തേക്ക് എൻ്റെ അമ്മ കയറിപ്പോയി. എൻ്റെ അമ്മയ്ക്ക് അന്നെന്ന് പറഞ്ഞാല് ഭയങ്കര വിഷമം, എൻ്റെ മക്കൾക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ, ഈ സാമ്പത്തികമായ ഞെരുക്കത്തിൽ നിന്ന് എന്നൊരു വിടുതലുണ്ടാവും, എൻ്റെ അവസ്ഥകൾക്ക് ഒന്നൊരു മാറ്റം ഉണ്ടാകും. ഇതായിരുന്നു എൻ്റെ അമ്മയുടെ ഏക ആഗ്രഹം. അന്ന് ആദ്യമായിട്ട് അമ്മ ചർച്ചിൽ കടന്നു പോകുമ്പോൾ അന്ന് ദേവദാസൻ പ്രസംഗിച്ച പ്രസംഗം എന്ന് പറഞ്ഞാൽ സദൃശവാക്യം 8-ാം-17 എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും, എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട് എന്നുള്ള ആ ഒരു വചനമാണ് ദേവദാസൻ അന്ന് പ്രസംഗിച്ചത്. എന്നിട്ട് ആ വചനം മുഴുവനും എൻ്റെ അമ്മ വളരെയേറെ സ്പർശിച്ചു. ഏത് വിഷയത്തിലാണോ ഒരു ഭാരതത്തോടെ പോയത്, അപ്പൊ ആ വിഷയം തന്നെ ദൈവാത്മാവ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും എന്നുള്ള ആ സാമ്പത്തിക ഞെരുക്കത്, എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ട് എന്നുള്ള ആ വചനം വളരെയേറെ അവരെ സ്പർശിച്ചു എൻ്റെ അമ്മ. അതിനുശേഷം എൻ്റെ അമ്മ CSI ചർച്ചിൽ വന്നിട്ടില്ല. ഒറ്റയ്ക്ക് അമ്മ പറഞ്ഞു, ഇനി ആരും എന്നെ വിളിക്കരുത്, ഞാനിനി അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പൊയ്ക്കോളാം, പക്ഷെ എന്നെ ആരും തടുക്കരുത്, ഞാൻ ഈ ചർച്ചിൽ തന്നെ തുടർമാനമായിട്ട് ആരാധനയ്ക്ക് പോകുമെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ചർച്ച്. അമ്മ അങ്ങനെ 1996 അവിടത്തേക്ക് കടന്നു പോകാനിടയായി തീർന്നു. ഒത്തിരി എതിർപ്പുകൾ പപ്പയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പൊ ഒത്തിരി അമ്മ പിന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്തു. എങ്കിലും അമ്മ ഉറച്ചു നിന്നു. പിന്നത്തേതിലുള്ള അമ്മയുടെ ആ ദേവദാസന്റെ പ്രാർത്ഥന ആയിരിക്കാം ഓരോരുത്തരായിട്ട് ഞങ്ങൾ ഈ രക്ഷയുടെ ഭാഗത്തേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഓരോ അനുഭവങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവം തൊടുവാനിടയായിത്തീരുന്നു. എന്നിട്ട് സ്നാനപ്പെടുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ മൂത്ത ചേച്ചിയും മൂത്ത സഹോദരനും അവർ 3 പേരും ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത്. ഈ സ്നാനപ്പെട്ട സംഭവം തന്നെ ഞങ്ങളുടെ CSI ചർച്ചിൽ അറിഞ്ഞു. ആരോ പറഞ്ഞു കൊടുത്തു. പത്രോസ് മേസ്തിരിയുടെ കുടുംബം എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അപ്പം ഒരു മേസ്തിരി ആയിരുന്നു, ഇവിടെ എല്ലാവർക്കും അറിയാം, ഒത്തിരി വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പോ ഇത് സഭയിൽ വിഷയമായി. അങ്ങനെ പൊതുസഭയിൽ തന്നെ ഒത്തിരി കുടുംബങ്ങളുള്ള ആ ചർച്ചിൽ പൊതുസഭയിൽ അച്ഛന് പറഞ്ഞു, ഇങ്ങനെ പത്രോസ് മേസ്തിരിയുടെ കുടുംബത്തിൽ നിന്ന് 3 പേര് സ്നാനപ്പെട്ടിരിക്കുകയാണ്, അവരെ ഈ ആലയത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മൂത്ത ചേച്ചി TTC ഒക്കെ പഠിച്ച് നിൽക്കുകയാണ്. അപ്പൊ ചേച്ചി ചോദിച്ചു, അച്ഛാ, സ്നാനപ്പെടുന്നതും സഭയിൽ നിന്ന് മാറ്റുന്നതും തമ്മിൽ എന്താണ് വിഷയം? ഞങ്ങൾ വചനപ്രകാരം അനുസരിച്ച്. എന്നിട്ട് അച്ഛനോട് തന്നെ തർക്കിച്ചു. വചനമൊക്കെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെയാണല്ലോ വചനം, അത് ഞാൻ സ്നാനപ്പെട്ടു, പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ ചർച്ചിൽ തന്നെ വരും എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. കാരണം
എന്റെ ചേച്ചിക്ക് അന്നേ ഒരു വിവാഹമൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഒരു CSI വ്യക്തിയായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി വിചാരിച്ചു ഇനി ആ കല്യാണം മുടങ്ങി പോകുമല്ലോ, അപ്പൊ വിവാഹം എങ്ങനെയെങ്കിലും നടക്കണം, അതുകൊണ്ട് അതുവരെയെങ്കിലും CSIയിൽ ചർച്ചിൽ പിടിച്ചു നിന്നാലേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്റെ ചേച്ചി വിവാഹം കഴിച്ച ചേച്ചിയുടെ ഭർത്താവ് സൗദി അറേബ്യയിൽ വെച്ച് സ്നാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഇവര് പരസ്പരം പറഞ്ഞില്ല, രണ്ടുപേരും സ്നാനപ്പെട്ടവരായിരുന്നു, രണ്ടുപേരും ഇങ്ങനെ പെന്തക്കോസ്ത് പശ്ചാത്തലത്തിൽ നിൽക്കുന്നവരായിരുന്നു. പക്ഷെ വിവാഹം മാറിപ്പോകുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രണ്ടുപേരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്നു. പക്ഷെ അവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിയും മുമ്പേ തന്നെ എല്ലാ ആഭരണങ്ങളും മാറ്റി അവര് പെന്തക്കോസ്ത് ചർച്ചിലേക്ക് ആരാധനയ്ക്കായി കടന്നു പോകുവാനായിട്ട് തീർന്നു. അങ്ങനെ ചേച്ചി ഈ ഭാഗത്തേക്ക് കടന്നു വന്നു. അതുപോലെ രണ്ടാമത്തെ എന്റെ ചേച്ചി ഇപ്പോ രാജസ്ഥാനിലെ മിനിസ്ട്രിയിലായിരിക്കുന്ന ചേച്ചിയും അങ്ങനെ തന്നെ. അവര് ലവറിംഗ് ക്രൂസൈഡിന്റെ കീഴിലാണ് ആദ്യമായിട്ട് മിനിസ്ട്രിക്കായിട്ട് രാജസ്ഥാനിലേക്ക് കടന്നു പോയത്. അത് കുറച്ചു നാള് ഒറീസയിലായിരുന്നു. അത് കഴിഞ്ഞ് രാജസ്ഥാനിൽ ഇപ്പൊ ഏകദേശം 28 വർഷത്തോളമായി അവരവിടെ മിനിസ്ട്രിയിലായിരിക്കുന്നു. ഒത്തിരി സഭകളും പ്രവർത്തനങ്ങളും ഒക്കെ അവർക്കുണ്ട്. അവൾക്കാണെങ്കിൽ തലമുറ ഇല്ലായിരുന്നു, വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ട്. അപ്പൊ അവിടെ വെച്ച് ഒരു ദേവദാസൻ അവരോട് ഇങ്ങനെ ദൂത് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥമായി അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു തലമുറയെ ദൈവം നൽകി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും CSI അനുഭവത്തിൽ നിന്ന് മാറി അവരും ഈ യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വേർതിരിയപ്പെടുവാനായിട്ട് തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് രാവിലെയാണ് ട്യൂഷൻ. പിന്നെ 9:30-കൊക്കെ ട്യൂഷൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഈ ചർച്ചിൽ 8 മണിക്കാണ് ആരാധന. അപ്പൊ ഞാൻ വിചാരിച്ചു CSI പള്ളിയിൽ പോകുന്നതിനേക്കാളും ഇവിടത്തെ ചർച്ചിൽ അല്പനേരം ആരാധിച്ചിട്ട് ട്യൂഷന് കടന്നു പോകാമല്ലോ, എന്റെ ഈ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത CSI പള്ളിയിലേക്ക് തിരിച്ചു പോകാം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ ഈ അടുത്തുള്ള ചർച്ചിൽ ആരാധനയ്ക്കായി കടന്നു പോകാനിടയായി തീർന്നു. കുഞ്ഞുനാളില് എനിക്ക് നല്ല പ്രാർത്ഥനാ ശീലം ഉണ്ടായിരുന്നത് എന്റെ അമ്മ പറഞ്ഞു തന്നതാണ്. ഏത് വിഷയത്തിന് പ്രാർത്ഥിക്കണം, പരിഹാരം കിട്ടും. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടുണ്ട്, എന്റെ കുഞ്ഞു ഹൃദയത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ. അങ്ങനെ ഞാൻ ഇവിടെ കടന്നുപോയി എന്റെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും CSI പള്ളിയിൽ പോയപ്പോ ഇവിടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം അറിയാതെ ഞങ്ങൾ ഇങ്ങനെ പാടി പറഞ്ഞതായ വാക്കുകൾ ആ ചർച്ചിൽ പോയപ്പോ എന്റെ വായിൽ നിന്ന് അറിയാതെ ഞാനിങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഒക്കെ പറയുന്നു. എന്റെ വായിൽ നിന്ന് വരുന്നത് എന്റെ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി അയ്യേ വെറും നാണക്കേടായി പോയല്ലോ, വീണ്ടും ഇവിടെ വന്നപ്പോ എല്ലാരും കണ്ണു തുറന്ന് എന്നെ നോക്കുന്നു, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. യഥാർത്ഥമായി അതാണ് ദൈവത്തെ ആരാധിക്കുവാനും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള അനുഭവം എന്ന് പറഞ്ഞ് ഞാനും വീണ്ടും മടങ്ങി ഇവിടെ വരുന്നു. എന്റെ അനിയത്തി അതുപോലെ തന്നെ, അവളുടെ ചെവിയിൽ ഒരു രോഗം ബാധിച്ചു. ഒരു ഓപ്പറേഷന് വേണമെന്നൊക്കെ പറഞ്ഞതായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, നീ CSI ചർച്ചിലല്ലേ പോകുന്നത്, അവിടുത്തെ അച്ഛനോട് ചെന്ന് പറ നിന്റെ ചെവിക്ക് സുഖം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പൊ അവളും ആകെ നിരാശയായി. അങ്ങനെ അവളും യഥാർത്ഥമായിട്ട് അമ്മ ഞാൻ ഇവിടെ വരാം, ഈ പള്ളിയിൽ വരാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൾക്ക് പരിപൂർണമായ ഒരു സൗഖ്യം ദൈവം കൊടുത്തു, ഒരു ഓപ്പറേഷൻ കൂടാതെ. അങ്ങനെ ആ ഒരു അനുഭവത്തിൽ അവളും രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്നു. പിന്നെ ഇനി അവസാനം എൻ്റെ ഒരു ഇളയ സഹോദരൻ മാത്രമേ ഉള്ളൂ. ഇന്ന് മസ്കറ്റിലെ അണ്ണൻ അവിടെ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഒത്തിരി ചർച്ചുകൾ അവിടെ ഉണ്ട്. ദൈവം ഒത്തിരി മാനിച്ച ഒരു സഹോദരനാണ് എൻ്റെ ഇളയ സഹോദരൻ, വിനോദ് എന്നാണ് പേര്. പക്ഷെ എൻ്റെ അണ്ണൻ മാത്രം പിന്നീട് CSI ചർച്ചിലേക്ക് കടന്നു പോകുമായിരുന്നു. അപ്പോഴ് അവിടെ ഇരുന്ന അച്ഛൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു അച്ഛനാണ്. പക്ഷെ ജനത്തിന് അറിയത്തില്ലായിരുന്നു. അന്ന് എൻ്റെ അണ്ണൻ CIF-ന്റെ സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നു. അണ്ണൻ മാത്രമാണ് അവിടെ പോകുന്നത് CSI ചർച്ചിൽ. അപ്പൊ ഈ അച്ഛൻ ഒരു ദിവസം അണ്ണനോട് പറഞ്ഞു, പിന്നെ വിനോദ് ബ്രദറെ, ഇനി എല്ലാവരും ഇതിലേക്ക് പോയല്ലോ, യഥാർത്ഥത്തിൽ സത്യം അവിടെയാണ്. സഹോദരനും എന്തായാലും ആ അനുഭവത്തിൽ തുടർന്ന് പോകുന്നതാണ് നല്ലത് എന്നും ആ അച്ഛൻ അണ്ണനോട് ഉപദേശിച്ചു. അപ്രകാരം സഹോദരന് മടങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും 9 പേരും 1998 കൂടി ഞങ്ങൾ പൂർണ്ണമായിട്ടും ദൈവിക പാതയിലേക്ക് വരുവാനിടയായിത്തീർന്നു. പിന്നീടാണ് ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ. മൂത്ത ചേച്ചി വിവാഹം കഴിഞ്ഞുവെങ്കിൽ അവരും ഇങ്ങനെ വന്നു. രണ്ടാമത്തെ ചേച്ചിയുടെ വിവാഹം CSI ചർച്ചിൽ വെച്ചായിരുന്നു. അവരും രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വന്നു. ആദ്യമായിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിൽ ഒരു വിവാഹം നടക്കുന്നത് എൻ്റെ വിവാഹമാണ്.
എനിക്ക് സൗദി അറേബ്യയിൽ ജോലിയിലായിരുന്നു. എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ ഒരു റൂമിൽ താമസിച്ചിരുന്ന ഒരു ബ്രദർ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഞങ്ങളുടെ ചേച്ചിയുടെ വീഡിയോ കേസറ്റൊക്കെ കണ്ട് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്കും ഒരു വിവാഹം ചെയ്യണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ച് അങ്ങനെ വന്നാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. പിന്നെ എൻ്റെ 2 അനിയത്തിമാര്. വളരെ അത്ഭുതമായിട്ടാണ് ഞങ്ങൾ 5 പേരെയും ദൈവം നടത്തിയത്. എൻ്റെ പപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. പക്ഷേ ഒത്തിരി പേര് ആക്ഷേപിച്ചിട്ടുണ്ട്. ചിരട്ടയെടുത്ത് എരന്നാലെങ്കിലും നിന്റെ ഓരോ മക്കളെയും കെട്ടിച്ചയക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നും വളരെ വിശ്വാസത്തോടെ എൻ്റെ പപ്പ അവരോടൊന്നും മറുപടി പറയാനൊന്നും നിന്നില്ല. പക്ഷേ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, നീയാണ് എനിക്ക് മക്കളെ തന്നതെങ്കിൽ അവർക്ക് നല്ല ഭാവികളെയും നീ കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നല്ല ആൺമക്കളെ എനിക്ക് ദൈവം തരുമെന്ന് അവർ വളരെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. അപ്രകാരം തന്നെ ഞങ്ങളുടെ 5 പേരുടെയും കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവമക്കളെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ഞങ്ങള് പാസ്റ്റർമാര്, ഒത്തിരി പേര് പാസ്റ്റർമാരാണ് ഞങ്ങളുടെ ഭവനത്തിൽ. 5 പേരോളം. മൂത്ത ചേച്ചിയുടെ ഭർത്താവ് AG-യിലെ പാസ്റ്ററാണ്. രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവ് AG-യിലെ പാസ്റ്ററാണ്. എൻ്റെ ഹസ്ബൻഡ് IPC ചർച്ചിലെ പാസ്റ്ററാണ്. പിന്നെ എൻ്റെ സഹോദരനും കുടുംബവും UP-യില് മിനിസ്ട്രിയിലായിരിക്കുന്നു. അവര് AG-യുടെ പാസ്റ്ററാണ്, മിനിസ്ട്രിയിലായിരിക്കുന്നു. ഒരു AG ചർച്ചിലെ പാസ്റ്ററുടെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരും കർത്താവിന്റെ വേല ചെയ്യുന്നു. ഇളയ സഹോദരൻ ജോലിയോടുള്ള ബന്ധത്തിലും ചർച്ച് പരമായിട്ടും വിദേശത്തായിരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു അനിയത്തി ചെന്നൈയുടെ പ്രദേശത്ത് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലും അതോടൊപ്പം തന്നെ അവിടുത്തെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടൊക്കെ ജോലിയൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും അനിയത്തി ഇപ്പൊ അബുദാബിയിൽ കുടുംബമായിട്ടായിരിക്കുന്നു. അവരും സഭയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരെയും ദൈവം ആ പ്രാർത്ഥിച്ചതുപോലെ ലോകപ്രകാരമുള്ള ജോലി ഞങ്ങൾക്ക് ലഭിക്കാമായിരുന്നു എങ്കിലും അതൊന്നും അതിനുവേണ്ടി ഞങ്ങൾ പോയില്ല. പക്ഷെ ദൈവത്തിന്റെ പാതയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ മാന്യമായ ഒരു നിലയിലേക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഞങ്ങളുടെ സ്ഥിതികളൊക്കെ ദൈവം മാറ്റി രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് എൻ്റെ സഹോദരങ്ങൾ ഇന്ന് ആയിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല, ഞങ്ങളുടെ ദേശക്കാരൊക്കെ ഞങ്ങളെ ഒത്തിരി വിധി എഴുതിയവരുണ്ടായിരുന്നു. ഇവരെങ്ങനെ മുന്നോട്ട് പോകും, ഇവരുടെ ഭാവിയൊക്കെ എന്തായിത്തീരും, ഇവരെയൊക്കെ ആര് കെട്ടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ അമ്മയുടെ സഹോദരങ്ങളായാലും ഞങ്ങളുടെ കുടുംബക്കാരായാലും ഒത്തിരി പേര് ഞങ്ങളെ നോക്കി വിരൽ ചൂണ്ടിയവരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വിവിധ രാജ്യങ്ങളില് കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി എൻ്റെ സഹോദരങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു, ഞങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. താഴ്ചയിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ ഒരു വലിയ സാക്ഷ്യം ഞങ്ങൾക്ക് വിവിധ ഇടങ്ങളിൽ പ്രസ്താവിക്കുവാനായിട്ട് ദൈവം ഈ നാളുകളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല്, കുഞ്ഞുനാൾ മുതലേ ഏത് വിഷയത്തിനായാലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ എനിക്ക് ലഭിച്ചിരുന്നുള്ളൂ. എനിക്കറിയാം, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ ക്രിസ്മസിന് ഒരു പുതിയ ഡ്രസ്സ് ക്രിസ്മസിനെങ്കിലും കിട്ടണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ ഒത്തിരി ഞാൻ ആഗ്രഹിച്ചു എനിക്ക് ക്രിസ്മസിന് ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിത്തരാൻ അമ്മയോട് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്കോ പപ്പയ്ക്കോ അതിന് സാധിക്കില്ല. അപ്പൊ അമ്മ പറഞ്ഞു, നീ പോയി പ്രാർത്ഥിക്കൂ, ദൈവം നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വിഷയത്തെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങളുടെ CSI ചർച്ചില് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന നെഹമ്യ സാറാണ്. സാറിന് ഒറ്റ മകളേ ഉള്ളൂ. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എന്നോട് ആ സാറ് പറയുകയാണ്, പ്രിൻസിപ്പാളാണ്, ഇന്ന് നീ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ വീട്ടിൽ വരണം, സഹോദരനെയും കൂട്ടി വരണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു പുതിയ ഡ്രസ്സിന് വേണ്ടി. ഞാൻ അവിടെ പോയി എന്നെ എൻ്റെ സഹോദരന് വയറു നിറയെ ആദ്യം ഭക്ഷണമൊക്കെ തന്നിട്ട് ആ ചേച്ചിയുടെ ഒത്തിരി പഴയ ചുരിദാറുകൾ എനിക്ക് നല്ല പുതിയതുപോലെ ഇരിക്കുന്നു ഒരുപാട് എനിക്ക് പറക്കി തന്നു. അണ്ണനും സാറിന്റെ ഒത്തിരി പാന്റും ഷർട്ടും ഒക്കെ കൊടുത്തു. 2 പേർക്ക് ഒരു ബണ്ടില് തുണികളും തന്നു. അതിനുശേഷം ഞങ്ങളുടെ കയ്യിൽ കാശും തന്നു പുതിയ ഡ്രസ്സ് എടുക്കാൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അന്നൊരു 500 രൂപ ഇന്നത്തെ പോലെ ഓർക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് അത് കൊണ്ടുപോയി എനിക്ക് നല്ലൊരു ചുരിദാർ, ഒരു പച്ച ചുരിദാർ എൻ്റെ സഹോദരൻ എനിക്ക് വാങ്ങി തന്നു. അത് മുതൽ എനിക്കറിയാം പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷനായിട്ട് പോകുന്ന ദിവസം 50 രൂപയും കൊണ്ടാണ് എൻ്റെ പപ്പ എന്നെ അഡ്മിഷന് വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ പപ്പയോട് ചോദിക്കുന്നുണ്ട്, പപ്പ എനിക്ക് അഡ്മിഷനുള്ള ക്യാഷ് പപ്പയുടെ കയ്യിലുണ്ടോ എന്ന്. പക്ഷെ ധൈര്യത്തോടു കൂടി
പിന്നെ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിലൊക്കെ കൊണ്ടുപോയി ചായയും വടയും ഒക്കെ വാങ്ങി തന്നു. ഞങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പോ ഒത്തിരി പേരിരിക്കുന്ന ആ അധ്യാപകർ ഇരിക്കുന്നതായ ആ സ്റ്റേജിലേക്ക് ഞാനിങ്ങനെ എന്റെ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കയറി പോകുമ്പോൾ അവരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാല് പിന്നെ ക്യാഷ് ഇല്ലാത്തവർക്ക് അഡ്വാൻസ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാം, അത് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ അടച്ചാൽ മതിയാവും. പക്ഷെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എന്റെ പ്രിൻസിപ്പാള്, ഞാൻ പറഞ്ഞല്ലോ CSI ചർച്ചിലെ നെഹമ്യ സാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ പപ്പയുടെ ഒരു കൂട്ടുകാരനാണ്. പിന്നെ ക്രിസ്മസിന്റെ അനുഭവങ്ങൾ എല്ലാം കൊണ്ടും എന്നെ കണ്ടപ്പോ അദ്ദേഹത്തിന് ഒരു കരുണ എന്നോട് തോന്നി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവളുടെ എല്ലാ ഫീസും അടച്ച് ക്ലോസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് അത് വളരെ, അവിടെ ഇരുന്ന എല്ലാ അധ്യാപകരും അതിശയിച്ചു, ഇത് ആരാണ് സാറിന്റെ? അങ്ങനെ അന്നത്തെ എന്റെ എല്ലാ അഡ്മിഷന്റെ പൈസയും അടച്ച് എനിക്ക് അവിടെ അഡ്മിഷൻ എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എന്റെ പ്രീ ഡിഗ്രി പഠനം അവസാനിച്ചു. പക്ഷേ എന്റെ ദൈവം എന്നെ നേരത്തെ ഒരു ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കണ്ടിരുന്നു. എന്നാലും ഞാൻ അതിനൊന്നും താല്പര്യപ്പെടാത്ത ഒരു അനുഭവത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രീ ഡിഗ്രി ഒരുവിധം ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നു. പക്ഷെ പപ്പ ഞങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, ആര് എവിടെ വെച്ചാണോ തോൽക്കുന്നത് അവിടെ വെച്ച് അവരുടെ പഠനം അവസാനിപ്പിക്കും, തുടർന്ന് മുന്നോട്ട് പഠിപ്പിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരിടത്തും തോൽക്കാതെ വാശിയോടെ പഠിക്കുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങളുടെ കഷ്ടത മാറാൻ ഞങ്ങൾക്ക് ജോലി നേടണം, ഈ ഒരു താല്പര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പരീക്ഷ എഴുതിയപ്പോ എന്റെ അടുത്തിരുന്ന രണ്ടുപേർ എന്റെ പേപ്പറിൽ നിന്ന് കണ്ടെഴുതി എന്ന് തോന്നുന്നു. കാരണം എന്റെ റിസൾട്ട് വന്നപ്പോ പത്രത്തില് എന്റെ നമ്പറില്ല, എന്റെ 2 വശത്ത് ഇരുന്നവരുടെ നമ്പർ പത്രത്തിലുണ്ട്. എന്നിട്ട് എന്നെ ഒത്തിരി, അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. കാര്യം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ഞാൻ എന്തായാലും ജയിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോ വീട്ടിലൊക്കെ ഒത്തിരി പ്രശ്നമായി. നീ പഠിക്കാനല്ല പോയത്, നീ നല്ല ഉഴപ്പി. ഞാൻ പറഞ്ഞു ഞാൻ ജയിക്കും, എനിക്ക് എന്റെ മാർക്ക് ഇതിൽ വരാത്തതായിരിക്കാം. ഞാൻ അങ്ങനെ 1997 ഏറ്റവും നിരാശപ്പെട്ട ഒരു വർഷം, ആ ഒരു വർഷം എന്റെ പഠനം അവിടെ വെച്ച് മുടങ്ങുവാനിടയായി തീർന്നു. എന്നിട്ട് ഞാൻ ഒരു വർഷം എന്റെ ചേച്ചിയുടെ ഭവനത്തിലാണ് നിന്നത്. അപ്പൊ ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നത് കാരണം ചേച്ചി ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ അവിടെ പോയി. ഇവിടെ നിന്ന് ഞാൻ എന്റെ പഠനമൊക്കെ അവസാനിച്ചല്ലോ, ഇനി എനിക്ക് തുടർന്ന് മുമ്പോട്ടൊരു പഠനമില്ല എന്നുള്ള സങ്കടത്തോടു കൂടി ഞാൻ അവിടെ പോയി. ഒരു തയ്യൽ ക്ലാസ്സിൽ പോയി തയ്യൽ പഠിക്കുകയാണ്. പക്ഷെ എന്റെ ഹൃദയം അപ്പോഴും എനിക്ക് വേദനിക്കുന്നുണ്ട്. എനിക്ക് ഒരു അധ്യാപിക ആകണമെന്നാണ് എന്റെ ഉള്ളത്തിലെ ആഗ്രഹം, നന്നായിട്ട് പഠിച്ചൊരു ജോലി നേടണം. അങ്ങനെ അവിടെ ഞാൻ തയ്യൽ പഠിക്കുന്നു. പക്ഷേ ചേച്ചി വരാൻ ഒത്തിരി ലേറ്റ് ആവും. ഞാൻ തയ്യൽ ക്ലാസ് കഴിഞ്ഞ് നേരത്തെ വരും. വന്നിട്ട് ആ ചേച്ചിയുടെ ഭവനത്തിൽ ഒത്തിരി പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. PG വർഗീസ് എഴുതിയ പുസ്തകങ്ങൾ, നിന്നെ തന്നെ സ്നേഹിക്കുക, പഠനത്തിൽ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് ഓരോന്നായിട്ട് ഞാൻ എടുത്തു വെച്ച് വായിക്കും. പിന്നെ ബൈബിള് ഞാൻ പലതവണ ഞാൻ ആ ദിവസങ്ങളിൽ അവിടെ ഇരുന്ന് ആ ഒരു വർഷം കൊണ്ട് വായിച്ചു. എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ അതിലെ ഓരോ പാരഗ്രാഫിലെ കണ്ടന്റുകൾ ഞാൻ ഒരു ബുക്കിൽ എഴുതുമായിരുന്നു. പിന്നെ ബൈബിൾ ക്വിസ്, പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും ബൈബിൾ ക്വിസ് സ്വന്തമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് തയ്യാറാക്കി. ഒത്തിരി സോങ് റെഫറൻസുകൾ ഞാൻ എഴുതി. പല ബുക്കുകളില് ഞാൻ ദൈവത്തോട് അങ്ങ് അടുത്തു. ആ ഒരു വർഷം കൊണ്ട് ഒത്തിരി കരയും, കരഞ്ഞ് എന്റെ കണ്ണുനീര് കൊണ്ട് ഞാൻ എന്റെ ബൈബിളിനൊക്കെ നനച്ച് ഞാൻ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത ഒരു വർഷമായിരുന്നു 1997 എന്ന് പറയുന്നത്. അവിടെ മുതൽ ദൈവം എന്നെ പണിതെടുക്കുകയായിരുന്നു. ദൈവ സ്നേഹം എന്നെ അമിതമായിട്ട് എന്നെ സ്പർശിച്ചു. നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ BSc ബോട്ടണി പഠിക്കാൻ വേണ്ടി ഞാൻ ഈ കാട്ടാട് ക്രിസ്ത്യൻ കോളേജിൽ തന്നെ അഡ്മിഷന് വേണ്ടി കൊടുത്തു. പക്ഷെ എനിക്ക് അഡ്മിഷന്, എന്റെ സീറ്റ് 7ാമത്തെ സീറ്റാണ്, എനിക്ക് ന്യായപ്രകാരം അഡ്മിഷൻ ലഭിക്കേണ്ടതുമാണ്. ഞാൻ അഡ്മിഷന് വേണ്ടി വരുന്നതിന് മുമ്പേ എന്റെ 18 വയസ്സ് തികയുന്ന ദിവസം, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്ക് 18 വയസ്സ് തികയുന്ന എന്റെ ബർത്ത്ഡേ ദിവസം ഞാൻ എന്റെ ആഭരണം എല്ലാം സ്വന്തമായിട്ട്, എന്റെ വീട്ടുകാരോ എന്റെ സഹോദരങ്ങൾ ആരും അറിയാതെ ഞാൻ തന്നെ അതെല്ലാം ഊരി മാറ്റി. എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി, ഞാൻ അത് ചെയ്തു. അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ഇവിടെ അഡ്മിഷന് വേണ്ടി വരുന്നത്. അപ്പൊ SIUC സീറ്റാണ്. എന്റെ അണ്ണൻ എനിക്ക് SIUC സർട്ടിഫിക്കറ്റ് ഒക്കെ ഒപ്പിച്ച് തന്നായിരുന്നു. അങ്ങനെ ഞാൻ അഡ്മിഷന് വേണ്ടി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വരുമ്പോൾ അന്നത്തെ അവിടുത്തെ അച്ഛന്റെ ഭാര്യ അവിടുത്തെ ലെക്ചറായിരുന്നു. അപ്പൊ അവരെന്നെ കണ്ടു. അവരെന്നെ കണ്ടിട്ട് അവിടുത്തെ സാറന്മാരടുത്ത് പറഞ്ഞു,
ഈ കൊച്ചിന് ഒരു കാരണവശാൽ അഡ്മിഷൻ കൊടുക്കാൻ പറ്റൂല. കാരണം ഇവര് ഞങ്ങളെ ചർച്ചിൽ വന്നുകൊണ്ടിരുന്നവരാണ്. ഇവരിപ്പം പെന്തക്കോസ്ത് പള്ളിയിലാണ് പോകുന്നത്. അപ്പൊ ഈ CSI ചർച്ചിൽ ഒരു കാരണവശാലും ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, എനിക്ക് അഡ്മിഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒത്തിരി മനസ്സിന് പ്രയാസമുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുവാനായിട്ട് രാജിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പഠിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് മലയാളം മെയിൻ എടുത്തു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയം അത് തന്നെ എടുത്ത് ഞാൻ ഒരു സ്ഥാപനത്തില് എന്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. അതിന് ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ പഠിച്ച സ്ഥാപനത്തില് ഏറ്റവും ഉയർന്ന നിലയിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കുക, നല്ലൊരു മാർക്കോട് കൂടി എനിക്ക് പാസ്സാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ BEdന് അപേക്ഷിച്ചു. അവിടെ എനിക്ക് ഇങ്ങനെ ഒരു SIUCയുടെ പ്രശ്നം വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇല്ല, അത് കൂടാതെ തന്നെ എനിക്ക് ജനറൽ കോട്ടയിൽ തന്നെ അവിടെ അഡ്മിഷൻ ലഭിച്ചു. ഞാൻ BEd പഠനം പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചു 1 വർഷത്തെ. ഒത്തിരി ഞാൻ പഠനങ്ങളൊക്കെ നടത്തി. പഠിച്ചിറങ്ങിയപ്പോ തന്നെ പല സ്ഥാപനങ്ങളിലും ജോലിക്ക് വേണ്ടി ഞാൻ കടന്നുപോയി. സ്കൂളുകളിൽ ഡെയിലി വേജസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. പല സൂപ്പർ മാർക്കറ്റുകളിൽ കാഷ്യറിന്റെ വർക്കുകൾ ഞാൻ ചെയ്തു. അങ്ങനെ പല സ്ഥാപനങ്ങളിലും വർക്കുകൾ ഞാൻ ചെയ്തു. എങ്കിലും എനിക്ക് ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. എന്തോ ജീവിതത്തില് ഒരു പരാജയം. ഇതിനിടയ്ക്കും ഒത്തിരി സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1998 ഞാൻ ഈ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ കാട്ടാക്കട സുരേഷ് ബ്രദറിന്റെ ചർച്ചിൽ AG ചർച്ചിൽ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്ന ദിവസങ്ങളായിരുന്നു. അപ്പൊ ഞാനിത് അറിഞ്ഞു. ഞാൻ പഠിക്കാൻ പോകുന്നുവെങ്കിലും ഞാൻ പഠിക്കാനല്ല പോകുന്നത്. ഞാൻ മിക്കവാറും ആ ചർച്ചിൽ മീറ്റിംഗാണ് കടന്നു. അവിടെ പോയി ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കും, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കും. വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്നത് പോലെ ഞാൻ വീട്ടിൽ വരുമായിരുന്നു. പിന്നീട് ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചു കൊണ്ടുപോകും. എന്തോ ഒരു ദൈവസ്നേഹം എന്നെ ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരെ കൊണ്ടുപോയി അവരവിടെ വെച്ച് അഭിഷേകം പ്രാപിക്കുന്നു, സ്നാനത്തിന് സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു മണ്ഡലത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം പഠിക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴും രാമേശ്വരം പൗലോസ് പാസ്റ്റർ എന്ന നിത്യതയിൽ പ്രവേശിച്ച പാസ്റ്ററിന്റെ ഒരു വചന ശുശ്രൂഷ, അദ്ദേഹം ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും അതിനെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ശക്തമായ ഒരു ദൈവിക വചനവും, അതിന് ശേഷം ആർക്കൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അന്ന് ഈ 18 വയസ്സ് കഴിഞ്ഞ എനിക്ക് ശുശ്രൂഷ എന്താണെന്നോ അത് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നോ ഒന്നും അറിയാതെ ഞാനും കരങ്ങൾ ഉയർത്തി. എനിക്കറിയാം, എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഞങ്ങളെ കരങ്ങൾ ഉയർത്തിയവരെല്ലാം മുന്നിലേക്ക് ക്ഷണിച്ചു. അന്ന് മുന്നിലേക്ക് കടന്നു പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പാട്ട് പാടുന്നു. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും അന്ത്യം വരെയും, ജീവൻ വെച്ചിടും എന്നുള്ള ആ ഒരു പാട്ട്. അത് പാടിയപ്പോ ഞാൻ അറിയാതെ എന്റെ 2 കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ അന്ന് സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ ഈ സമർപ്പണം എന്റെ ഉള്ളത്തിൽ അന്ന് വീണതാണ്. പക്ഷെ എന്റെ വീട്ടുകാരറിഞ്ഞില്ല, എന്റെ സഹോദരങ്ങൾ ആരും അറിഞ്ഞില്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അഭിഷേകം പ്രാപിക്കുന്നു, അനേകരെ ഞാൻ അതിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്കും ഞാൻ ഇവരെ ആരെയും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എനിക്ക് പെട്ടെന്ന് ഒരു വീഴ്ച ഉണ്ടായി. അപ്പൊ പിറ്റേ ദിവസവും പ്രാർത്ഥന നടക്കുകയാണ്. ഞാൻ പല കൂട്ടുകാരോടും പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇന്ന ഇടത്ത് വരണം, ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊണ്ട് അവിടെ ആരാധനയ്ക്ക് പോകാമെന്നൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നതായിരുന്നു. തലേ ദിവസമാണ് ഞാൻ വീഴുന്നത്. എന്റെ കാലിൽ നല്ല നീരുണ്ട്, എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും നടക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഞാൻ എടുത്ത തീരുമാനം എന്റെ കൂട്ടുകാരെ കൊണ്ടുപോകുമെന്നുള്ള ആ ഒരു താല്പര്യത്തോടെ ഞാൻ അവരെ ആ മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്തു. വളരെ പ്രയാസത്തോടെ ഞാൻ കടന്നുപോയി വാഹനത്തിലൊക്കെ കയറി. അന്നത്തെ ആ സമർപ്പണവും അത് കഴിഞ്ഞ് വർഷങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നുപോയി. പക്ഷെ പഠനവും പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നെങ്കിലും ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. 2002 ഞങ്ങളുടെ വിവാഹം നടക്കുകയാണ്. 2002 മെയ് മാസം 29-ാം തീയതിയാണ് ഞങ്ങളുടെ വിവാഹം. എന്നെ വിവാഹം ചെയ്ത കർത്താവിന്റെ ദാസൻ വർഷങ്ങൾ കൊണ്ട് സൗദിയുടെ ദേശത്ത് പിന്നെ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു, ഒരു കോൺട്രാക്ടർ ആയിരുന്നു. പിന്നെ അവിടുത്തെ കൂട്ടായ്മകൾക്ക് പങ്കെടുത്ത് അവിടെ വെച്ച് തന്നെ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരം എൻ്റെ ഹസ്ബൻഡിന് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹത്തിന്റെ ഫാമിലിയിലും ആർക്കും അറിയത്തില്ല താൻ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്നോ സ്നാനപ്പെട്ട വ്യക്തിയാണെന്നോ. അവരെല്ലാം CSI അനുഭവത്തിലുള്ളവരായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു.
അവിടെ വെച്ച് ദൈവദാസന് ഇതുപോലെ എന്റെ പാസ്റ്ററും ഇതുപോലെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു. അപ്പൊ രണ്ടുപേരും സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചവരാണ്. എന്നിട്ട് ഞങ്ങള് എങ്ങനെയെങ്കിലും സാമ്പത്തികം ഉണ്ടാക്കണം, വീട് വയ്ക്കണം, ആ മക്കളെയൊക്കെ നല്ല നിലയിലാക്കണം, ആ ഒരു ദർശനത്തോടു കൂടി ഞങ്ങൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാം ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചു. ദൈവം ഞങ്ങളെ ചിലത് പഠിപ്പിക്കുന്നതിന് വേണ്ടി. സൗദിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോൾ ഏട്ടൻ തിരിച്ച് ഗൾഫിലേക്ക് കടന്നു പോകുന്നു. അവിടെ ചെന്നപ്പോ ഒരു ദേവദാസൻ ദൂത് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ നിൽക്കരുത്, 6 മാസത്തിനുള്ളിൽ തന്നെ 6 മാസത്തിൽ കൂടുതൽ ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി, നിങ്ങൾ നാട്ടിലാണ് നിങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പോണമെന്ന് വളരെ ശക്തമായിട്ട് ദൂതറിയിക്കുവാനിടയായിത്തീർന്നു. എന്നാല് എന്റെ പാസ്റ്റർ അതൊന്നും വകവയ്ക്കാതെ, അന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വസ്തുവോ വീടോ ഒന്നുമില്ല. അപ്പോ ഒരാഗ്രഹം എന്ന് പറഞ്ഞാല് ഒരു വീടൊക്കെ വെച്ചിട്ട് കുറച്ച് വസ്തുവൊക്കെ സമ്പാദിച്ച് ഒരു നിലനിൽപ്പായതിനു ശേഷം കർത്താവിന്റെ വേല ചെയ്യാമെന്നുള്ള ആഗ്രഹത്തോടെ പുള്ളി അവിടെ ആയിരുന്നു. പക്ഷെ ഓരോ നാള് കഴിയും തോറും പ്രശ്നങ്ങൾ കൂടിയതല്ലാതെ കുറയുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. ജോലിയിലൊക്കെ ഒത്തിരി നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ നേരിട്ടു. ഒരു കോൺട്രാക്ടർ ആയത് കാരണം പല പണികൾ എടുത്ത് ചെയ്തു. എന്നാല് അറബിയുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. 3 വർക്കുകൾക്ക് നഷ്ടം സംഭവിച്ചു. അപ്പൊ കൂടെ പണിക്കാർക്ക് ആർക്കും ശമ്പളം കൊടുക്കാൻ പറ്റാതെയായി. അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. റൂമുകൾ മാറി മാറി താമസിക്കേണ്ടി വന്നു. ഓരോ പണി സാധനങ്ങളൊക്കെ നഷ്ടമായി, റൂമുകൾ മാറുന്നു. അങ്ങനെ ഒത്തിരി വേദനകൾ ആ സൗദിയുടെ പ്രദേശത്ത് എന്റെ പാസ്റ്റർ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എങ്കിലും ആ ദൈവ ശബ്ദത്തിന് പിന്നെയും ചെവി കൊടുക്കാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. ദൈവം അത് ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ആ പദ്ധതികളാണെന്നൊന്ന് തിരിച്ചറിയാനും കഴിയാതെ പോയി. എന്തായാലും എല്ലാം നഷ്ടം സംഭവിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ ഉപവാസത്തിലും പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, അവിടെ വെച്ച് ഒന്നേല് ദേവദാസൻ ജയിലിലാകേണ്ട അവസ്ഥ വരെ ആയി, അക്കാമതീർന്നു, അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി, പണിക്കാർ തനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. അങ്ങനെ ആയപ്പോ ഒന്നേല് നാട്ടിൽ കയറി വന്നേ പറ്റുമെന്നു, അല്ലെങ്കിൽ എല്ലാം നഷ്ടമാകുമെന്നു. അപ്പൊ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ജീവൻ മാത്രം കിട്ടും, പക്ഷെ ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നും കൊണ്ടുവരത്തില്ല, പുള്ളി മാത്രമായിട്ട് നാട്ടിൽ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അവസാനം കയറി വരാൻ ഫ്ലൈറ്റിൽ വന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം ആൾക്കാര് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് പുള്ളിയെ പിടിക്ക്. അതുകൊണ്ട് ബോംബെയുടെ പ്രദേശത്ത് ഇറങ്ങിയിട്ട് 3 ട്രെയിൻ യാത്ര ചെയ്താണ് തിരുവനന്തപുരത്തേക്ക് വരുവാനിടയായത്. അപ്പൊ ബോംബെയിൽ വരുമ്പോൾ തന്റെ ഡ്രസ്സുകൾ അടങ്ങിയ ഒരു സൂട്ട് കേസ് മാത്രം തന്റെ പക്കലുണ്ടായിരുന്നു. അത് വെച്ച് കിടന്നുറങ്ങിയിട്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു വരികയാണ്. അപ്പൊ എന്നെ വിളിച്ചു, ഞാൻ ഇവിടെ നിന്ന് തിരിക്കുകയാണ്, ഞാൻ വീട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഓട്ടോ കൊണ്ടുപോയി സ്വീകരിച്ചു. എന്നാൽ അന്ന് രാത്രി താൻ കൊണ്ടുവന്നതായ ആ സൂട്ട് കേസും കൂടി ആരോ മോഷ്ടിച്ചുകൊണ്ട് പോവാനായിട്ട് ഇടയായി. അപ്പൊ ജീവിതത്തിൽ ആ ഇട്ടിരുന്ന ഡ്രസ്സ് മാത്രമായിട്ട് 14 വർഷം വിദേശത്ത് വേല ചെയ്ത വർക്ക് ചെയ്ത ഒരു വ്യക്തി, 14 വർഷം എന്റെ പാസ്റ്റർ സൗദിയുടെ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് സാധിച്ചില്ല. ഒരു സെന്റ് ഭൂമിയോ ഒരു വീട് വയ്ക്കാനോ ഒന്നിനും സാധിക്കാത്ത ഒരു വ്യക്തിയായിട്ട്, വെറും ശൂന്യനായിട്ട് നാട്ടിലേക്ക് കടന്നു വന്നു. അന്ന് വിരിച്ചു കിടന്നുറങ്ങിയ ഒരു ബെഡ്ഷീറ്റും ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സും ഒരു കവറിന്റെ അകത്തിട്ടുകൊണ്ടാണ് ഭവനത്തിലേക്ക് വന്നത്. അന്നൊക്കെ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. എന്റെ കുടുംബക്കാര്, പാസ്റ്ററിന്റെ കുടുംബക്കാര്, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ജീവിതം പിന്നീട് തുടങ്ങി. 1995 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് പാസ്റ്റർ നാട്ടിലേക്ക് വരുന്ന ദിവസം എന്ന് പറയുന്നത്. പക്ഷെ എന്റെ വീട്ടുകാർ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്റെ സഹോദരൻ ഇന്ന് മസ്കറ്റിലായിരിക്കുന്ന എന്റെ സഹോദരൻ പാസ്റ്റർ കടയിൽ കൊണ്ടുപോയി ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്തു. എന്റെ കുടുംബ വീട്ടിൽ തന്നെ ഞങ്ങള് ആയിരുന്നു. അന്ന് എനിക്ക് മകളുണ്ട്. ആദ്യമായിട്ട് മകളെ കാണുകയാണ്. 2.5 വയസ്സായി. 3 മാസമായപ്പോ പോയതായിരുന്നു. പിന്നെ എനിക്ക് കുഞ്ഞ് ജനിക്കുന്നു. 3.5 വർഷം കഴിഞ്ഞ് എല്ലാം മതിയാക്കി, പ്രതീക്ഷകളെല്ലാം നഷ്ടമായി, പാസ്റ്റർ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ ഒത്തിരി നാളുകളായിരുന്നു. 2006 എനിക്ക് എന്റെ മകനും ജനിക്കുന്നു. ഞാൻ ആ സമയങ്ങളിൽ ട്യൂഷൻ പഠിപ്പിക്കും, പിന്നെ ചെറിയ ജോലികൾക്കൊക്കെ ഞാൻ കടന്നു പോകുമെങ്കിലും പാസ്റ്റർ നാട്ടിൽ വന്നിട്ട് എന്ത് ജോലി ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊന്നും അറിയാതെ സാമ്പത്തികമായ വളരെ ഞെരുക്കങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. അപ്പോ
ഒരുപാട് ദേവദാസന്മാരുടെ പിറകാലെ പോയി ടീം പ്രവർത്തനങ്ങള്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ആരും ഞങ്ങളെ ഒന്ന് അണയ്ക്കുവാനോ ഞങ്ങളെ ചേർത്ത് നിർത്താനോ ഒന്നും തയ്യാറായില്ല. ഞങ്ങളെ ഒന്ന് വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തുവാനൊന്നും ആരും കൂടെ ഇല്ലായിരുന്നു. മിനിസ്ട്രി ചെയ്യുന്നു, പക്ഷെ അതിലൊന്നും ഒരു സംതൃപ്തിയില്ല. ജീവിതം കഴിഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ ഒരുവിധം. സ്വന്തമായിട്ട് വീടില്ല. അപ്പൊ നാട്ടിൽ വന്നപ്പോ തന്നെ ഒത്തിരി കടങ്ങളുണ്ടായിരുന്നു. പാസ്റ്ററോടൊപ്പം ജോലി ചെയ്ത തമിഴ്നാട്ടിൽ ഒത്തിരി ജോലിക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവർ കടക്കാരെല്ലാം ഞങ്ങളുടെ ഭവനത്തിൽ വരുവാനിടയായിത്തീർന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ 3 കാറ് നിറച്ച ആൾക്കാര് പാസ്റ്റർ അടിക്കാൻ വേണ്ടി ഗുണ്ടകൾ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഭയപ്പെട്ട് ഇങ്ങനെ വിറയ്ക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അവര് വെള്ള പേപ്പറിൽ എന്തൊക്കെ എഴുതി വാങ്ങുന്നുണ്ട്. ഡേറ്റുകളാണ്, ഇന്ന ദിവസത്തിനകം ഇത്രയും ക്യാഷ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ള വിഷയങ്ങളൊക്കെയാണ്. അതെല്ലാം എഴുതിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്ന ഒരു 19 സെന്റ് വസ്തു ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനി നോക്കിയിട്ട് ഒരു കാര്യമല്ല, എങ്ങനെയും പാസ്റ്റർ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് തന്നതായ ആ വസ്തു വിൽക്കാനായിട്ട് ദേവദാസൻ ആവശ്യപ്പെട്ടു. ഞാൻ അതനുസരിച്ച് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അതിനെ നിസാര വിലയ്ക്ക് അത് വിൽക്കേണ്ടി വന്നു. വിറ്റിട്ട് പിന്നെ ചെറിയ ചെറിയ കടങ്ങൾ കൊടുത്ത് അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തി. അങ്ങനെ ആ വിഷയത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു പരിഹാരം ലഭിച്ചു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞതെല്ലാം നഷ്ടമായി. പാസ്റ്റർക്ക് വസ്തുവില്ല, എനിക്ക് വസ്തുവില്ല, ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ശൂന്യമാക്കപ്പെട്ട ഒരു അനുഭവം ഞങ്ങൾ മാത്രമായിട്ട് അവശേഷിച്ച ഒരു നാളുണ്ടായി. 2006 മുതൽ 2010 വരെയുള്ള കാലയളവ് എന്ന് പറയുന്നത്. അപ്പോ ഒരു 10,000 രൂപയ്ക്ക് ഞങ്ങൾ ഒരു വീട് ഒറ്റി വാങ്ങിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ ആ ഭവനത്തിൽ പോയി ഞങ്ങളുടെ ജീവിതം ഒന്നേന്ന് ആരംഭിക്കുകയാണ്. അവിടെ ഒത്തിരി അനുഭവങ്ങൾ, ഞങ്ങൾ അവിടെ കടന്നു പോകുമ്പോൾ തന്നെ ആ ദേശക്കാരെല്ലാം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആരൊക്കെ പറഞ്ഞു, ഈ കൊച്ചു B.Ed ഒക്കെ പഠിച്ച് നല്ല പഠിത്തമുള്ള കുഞ്ഞാണ്. അങ്ങനെ ഒത്തിരി പേര് ട്യൂഷന് വേണ്ടി വരട്ടെ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് നല്ല ട്യൂഷന് 10-25ഓളം പൈതങ്ങളെ എനിക്ക് അവിടെ ലഭിച്ചു. ഞാൻ അവരെ ട്യൂഷൻ പഠിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ വെച്ച് തന്നെ ഞാൻ അവിടെ ഒരു സൺഡേ സ്കൂൾ ആരംഭിച്ചു. ഞായറാഴ്ച ദിവസം ഞങ്ങൾ ആ ഭവനത്തിൽ വെച്ച് തന്നെ ഒരു സഭാരാധന നടത്തുവാനിടയായിത്തീർന്നു. അപ്പൊ ആ ദേശക്കാരുടെ ഇടയിൽ ഞങ്ങൾക്ക് നല്ലൊരു പിന്നെ റിലേഷൻ ഉണ്ടായി. അവിടെ ഞങ്ങൾക്ക് നല്ലൊരു മിനിസ്ട്രി ഞങ്ങൾ അവിടെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. കുറെ വർഷങ്ങൾ ഞങ്ങൾ ആ ഭവനത്തിൽ താമസിച്ചു പ്രവർത്തിക്കുവാൻ, അനേക പൈതങ്ങളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുവാനും വചനങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം ദൈവം എന്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അപ്പോഴും ഞങ്ങൾ പല ദേവദാസന്മാരോടൊപ്പം എന്തെങ്കിലും മിനിസ്ട്രികൾക്ക് പോകുമെങ്കിലും ഒരു സ്ഥിരമായ ഒരു കെട്ടുറപ്പോ നിന്നുകൊണ്ട് ഒരു മിനിസ്ട്രിക്കോ ഞങ്ങൾക്കൊരു അവസരം ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ 2012 ഞാന് എന്റെ കുടുംബ വീടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചർച്ച് കോഡിന്റെ സഭയുണ്ട്. അപ്പൊ ആ സഭയില് ദേവദാസൻ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ടും തീരുമാനിച്ചു, ഇനി ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പദ്ധതി കാണും. അപ്പൊ അതിനു വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഒരു മിനിസ്ട്രിക്കാണ് ദൈവം ഞങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കണമെന്നുള്ള വളരെ ആകാംക്ഷയോടെ 2012 ഞങ്ങള് ദൈവസന്നിധിയിൽ കുടുംബമായിട്ട് 21 ദിവസം ദൈവസന്നിധിയിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി വേർതിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥനയുടെ ആദ്യമൊക്കെ ദേവദാസന് അത്രത്തോളം ദൈവസന്നിധിയിൽ ഒന്ന് വിട്ടുകൊടുക്കുവാനോ ആരാധിക്കുവാനോ ഒന്നും കഴിയാത്ത സാഹചര്യമായിരുന്നു. കാരണം അത്രത്തോളം മാനസികമായ ടെൻഷനായിരുന്നു താൻ നേരിട്ട് കൊണ്ടിരുന്നത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഒന്നും മുന്നോട്ട് കാണുവാനോ പോകുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു ദേവദാസൻ. അപ്പോ മീറ്റിങ്ങില് ഏറ്റവും പുറകിൽ വന്നിരിക്കും. വളരെ നിരാശനായിട്ട് ആരാധിക്കാനൊന്നും മനസ്സില്ലാതിരുന്ന എന്റെ പാസ്റ്റർ, ഞാന് വളരെ ആഗ്രഹത്തോടെ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കണം, ദൈവം ഞങ്ങളെ ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ ദിവസം രാത്രി തിരുവല്ലയിലെ ഒരു ദേവദാസനാണ് അന്ന് ശുശ്രൂഷിക്കുന്നത്, ജയ്മോൻ എന്ന് പറയുന്ന പാസ്റ്റർ. ആ പാസ്റ്റർ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നിട്ട് ഏറ്റവും പുറകിൽ നിന്ന എന്റെ പാസ്റ്ററിന്റെ തോളത്ത് ഒന്ന് കൈവച്ചത് മാത്രം അറിയാം, തനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു ദൈവിക ശക്തി തന്റെ മേൽ വ്യാപരിച്ചിട്ട് വളരെ ശക്തമായിട്ട് ദൈവത്തെ ആരാധിച്ച് അന്ന് ആ ചർച്ച് മുഴുവനുമായി ദൈവത്തെ ആരാധിച്ച് ഭയങ്കര ഒരു ആത്മീയ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു. ആരാധിച്ച് എന്റെ പാസ്റ്റർ ഞങ്ങളുടെ ആ യാഗപീഠത്തിൽ അഥവാ പുൽപ്പുറ്റിൽ തന്നെ ഒരു കസേര ഉണ്ടായിരുന്നു, അവിടെ വന്നങ്ങ് ഇരിക്കുവാനിടയായിത്തീർന്നു. ഒരു അത്യന്ത ശക്തി തന്നെ വേർതിരിച്ചെടുക്കുന്ന പാരമ്പര്യമായ എന്തൊക്കെ ബന്ധനങ്ങളൊക്കെ തകർത്തുകൊണ്ട്
ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി അന്ന് രൂപാന്തരപ്പെടുത്തിയെടുത്ത ഒരു ദിവസമായിരുന്നു ആ 17ാമത്തെ ദിവസം എന്ന് പറയുന്നത്. അന്ന് ഞങ്ങൾ വളരെ ശക്തിയോടെ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾ അന്ന് സമർപ്പിച്ചു കൊടുത്തു. ആ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ ദിവസം, 21ാം തീയതിയാണ് ഫാസ്റ്റിംഗ് പ്രയർ അവസാനിക്കുന്നത്. 20ാമത്തെ ദിവസം രാത്രി ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് IPCയിൽ നിന്നാണ്. അപ്പോ അതിന് മുന്നേ തലേ ആഴ്ച വരെ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു ദേവദാസൻ പെട്ടെന്ന് മരണപ്പെടുവാനിടയായിട്ടുണ്ട്. അങ്ങനെ അവര് ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചർച്ച ഒഴിവുണ്ട്, നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ ഒരു മറുപടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ എന്തായാലും വന്ന് മിനിസ്ട്രി ഏറ്റെടുക്കുന്നു. അങ്ങനെ 21ാമത്തെ ദിവസം ഞങ്ങൾ ചെന്ന് സഭാ ചാർജ് ആദ്യമായിട്ട് എടുക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെ IPC സഭയോട് ചേർന്ന് 12 വർഷം കഴിഞ്ഞു. ഞങ്ങളിപ്പോ 3ാമത്തെ ചർച്ചിൽ മിനിസ്ട്രിയിലായിരിക്കുന്നു. സഭയോടുള്ള ബന്ധത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ നേടുവാനായിട്ട്. അത് മാത്രമല്ല, എന്നാണോ ഞങ്ങളെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചു കൊടുത്തത്, അതിനുശേഷം മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിടുതല് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഈ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 0യിൽ നിന്ന് തുടങ്ങിയതാണ് ജീവിതം. പിന്നെ ഞങ്ങളെ പടിപടിയായിട്ട് ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 5 വർഷക്കാലം ഞങ്ങൾ കഷ്ടതയുടെയും ശോധനയുടെയും പരിഹാസത്തിന്റെയും നിന്ദയുടെയും കുത്തുവാക്കുകളുടെയും പല മേഖലകളിലൂടെ ഞങ്ങൾ കടന്നുപോയെങ്കിലും ദൈവം ഞങ്ങളെ ആ 2010 ശേഷം ഞങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തി. സ്വന്തമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് 5 സെന്റ് വസ്തു വാങ്ങുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു. അതിന് വേണ്ട സാമ്പത്തിക വഴികൾക്ക് വേണ്ടി ഞങ്ങൾ 4 പേരും കൈകോർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ തലേ ദിവസം 12 മണിക്ക് ഞങ്ങൾക്ക് ഇത്ര രൂപ തികയ്ക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സമയമാകും മുമ്പേ തന്നെ ഞങ്ങൾക്ക് ആ കാശ് ദൈവം തരുവാനായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആ വസ്തു വാങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കി തന്നു. 2011, 12 കാലയളവുകളിലൊക്കെ ഞങ്ങളുടെ കുടുംബ വീടിന് അടുത്ത് തന്നെ ഒരു വാടക ഭവനത്തിലേക്ക് ഞങ്ങൾക്ക് താമസം തുടങ്ങുവാനായിട്ട് ദൈവം അവസരം ഒരുക്കി. പക്ഷെ ആ ഭവനം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ വച്ച് വിറ്റതായ ഒരു വീടാണ്. 5 സെന്റ് വസ്തുവും വീടും ഞങ്ങളുടെ വസ്തുവിൽ നിന്നും ഞങ്ങൾ വച്ച് വിറ്റതായ ഒരു വീടാണ്. അപ്പൊ ആ ഭവനം വാടകയ്ക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ പാർപ്പിക്കത്തില്ല, ഞങ്ങൾക്ക് ആ ഭവനം തരികയില്ല എന്നുള്ള ശക്തമായ ഒരു പ്രതികൂലം ഞങ്ങളുടെ ദേശത്തുണ്ടായിരുന്നു. ഒരിക്കലും ഇവരിത് കൈവശമാക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കരമായ ഒരു വാശി, അതിനകത്ത് എനിക്കൊന്ന് പ്രവേശിക്കണം, കുറച്ചു നാളെങ്കിലും എനിക്ക് അതിനകത്ത് താമസിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളത്തിലുണ്ടായി. അപ്പൊ ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, എരികോ മതിലിനെ 6 പ്രാവശ്യം ചുറ്റുമ്പോൾ അതിന്റെ കോട്ട മതില് തകർന്നതും അതിനെ പിടിക്കുവാനായിട്ട് കഴിഞ്ഞതുമായ അവസ്ഥ. എൻ്റെ അന്നത്തെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ മോളും ഞാനുമായിട്ട് ചേർന്ന് 2 പേരും കരങ്ങൾ കോർത്ത് ആരും കാണാത്ത സമയം ആ വീടിന് ചുറ്റും ഞങ്ങൾ നടക്കുമായിരുന്നു. നടന്നിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഇതിനകത്ത് ഞങ്ങൾക്ക് പ്രവേശിക്കണം, ഇതിനകത്ത് ഞങ്ങൾക്ക് താമസിക്കുവാൻ ഒരു അവസരം ദൈവം തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വളരെ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ഒരു സാറാണ് ആ സമയത്ത് ആ ഭവനം വാങ്ങിയത്. അപ്പൊ ഞാൻ തിരക്കി ഇതിന്റെ ഉടമസ്ഥൻ ആരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ഭവൻ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങള് കടന്നുപോയി. അവിടെ പോയപ്പോ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയല്ലേ, ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി എന്നോട് വീട് വെച്ചാൽ ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആ ഭവനം തന്നു. അതിനുവേണ്ടി ഞങ്ങൾക്ക് കിട്ടാതിരിക്കാൻ ഒത്തിരി പേര് അതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് ഞങ്ങൾക്ക് ആ ഭവനത്തിൽ പ്രവേശിക്കുവാനും 3 വർഷം എൻ്റെ പപ്പ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി ആ വീട്ടിനകത്ത് ഞങ്ങൾ പാർക്കുവാനിടയായി. ആ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്താണ് ഞങ്ങൾക്ക് വസ്തു വാങ്ങുവാൻ ഒരു അവസരം ദൈവം ഒരുക്കി തന്നത്. അപ്പൊ ഞങ്ങൾ വസ്തു വാങ്ങിയിട്ട് ആദ്യമായിട്ട് വളരെ സന്തോഷമാണ്. കാരണം സ്വന്തം എന്ന് പറയാൻ ഒരു മണ്ണ് കിട്ടുമ്പോൾ ഉള്ള ആനന്ദം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം വാടക വീടുകൾ മാറി സഞ്ചരിച്ചുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. പല വീടുകളും തലേ ദിവസം പറയും നാളെ നിങ്ങൾ മാറണമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പോകുന്ന ആ യാത്ര, എൻ്റെ 2 കുഞ്ഞു മക്കളാണ്. അവർ നഴ്സറിയിലും, മോനാണെങ്കിൽ 1 വയസ്സ് പോലും പ്രായമാകാത്ത സമയങ്ങളിൽ ഈ 5 വർഷക്കാലം ഞങ്ങൾ വാടക വീട് താമസിക്കുമ്പോഴുള്ള വേദനകൾ എനിക്കറിയാം. അപ്പൊ സ്വന്തമായിട്ട് ഒരു മണ്ണ് കിട്ടിയപ്പോൾ എനിക്ക് വളരെ ആഗ്രഹം, അവിടെ ഇനി ഒരു കൊച്ചു മുറിയായാലും വെച്ച് കെട്ടിയാലും നമുക്ക് താമസിക്കാമല്ലോ എന്നുള്ള താല്പര്യത്തോടു കൂടി അന്ന് എൻ്റെ പാസ്റ്റർ ഒരു ടാർപ്പ വാങ്ങി ഞങ്ങൾ 2 റൂം വെച്ച് കെട്ടി.
കെട്ടി താമസിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. കാരണം വാടക കൊടുക്കണ്ടല്ലോ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങള് തൂണൊക്കെ വെച്ച് ടാർപ്പ കെട്ടി 2 മുറിയായിട്ട് തിരിച്ചിട്ട് ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന പാസ്റ്റർ തന്നെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് ആ വീട്ടിൽ കയറുന്നത്, ഒരു ഭവന പ്രതിഷ്ഠ പോലെ. അത് തന്നെ എനിക്കതൊരു വലിയ ഒരു സംഭവമായിരുന്നു. പക്ഷെ അന്ന് പ്രാർത്ഥിച്ച് കയറുമ്പോ ആ ദേവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ സ്ഥലത്ത് ദൈവം നിനക്ക് 2 നില വീട് തരും. 2 നിലയില്ല, 2 റൂം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പാസ്റ്റർ അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ അതുപോലെ അതങ്ങ് ഏറ്റെടുത്തു. എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ചെയ്ത ദൈവം ഇതും പ്രവർത്തിക്കാൻ ശക്തനാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ആയിരുന്നു. എന്നിട്ട് ഈ വസ്തുവില് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് വിശ്വാസത്തോടെ പല കാര്യങ്ങളും ഞാനിത് മുറ്റമടിച്ച് തൂത്തതിന് ശേഷം ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഞാൻ എന്റെ കൈ തന്നെ വെച്ച് ആ വെള്ളത്തിൽ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈ വെള്ളം ഈ വസ്തുവിന്റെ മേല് ഞാൻ ഇങ്ങനെ തളിക്കുമായിരുന്നു. തളിച്ചിട്ട് ദൈവമേ, ഇവിടെ എനിക്ക് ഒരു മനോഹരമായ 2 നില കെട്ടിടം ഇവിടെ എനിക്ക് ദൈവം തരുന്നതിനായി സ്തോത്രം എന്ന് പറയുമായിരുന്നു ഞാൻ. അങ്ങനെ വളരെ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. 2014 ഞാനൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബൈജു കാട്ടാക്കട എന്ന് പറയുന്ന ദേവദാസൻ, ഞാൻ ഏറ്റവും പുറകിലാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞു, 2014 നിനക്കൊരു 2 നില വീട് ദൈവം തരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ജനുവരിയിലാണ് പറയുന്നത്. പക്ഷെ 2014 നിനക്കൊരു 2 നില വീട് തരും, അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല അങ്ങനെ വയ്ക്കാനുള്ള. 2 റൂം വയ്ക്കണമെന്ന് ഞാൻ പാസ്റ്റർ അടുത്ത് പറയും, നമുക്ക് അത് മാത്രം ചെയ്യാം, പിന്നെ നമ്മൾ വാടകയ്ക്കൊന്നും കൊടുക്കണ്ടല്ലോ, നമുക്ക് കയറി കിടക്കാൻ ഒരു വീടാകുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം. അപ്പോഴാണ് പാസ്റ്റർ ഇങ്ങനെ ഒരു ദൂത് പറയുന്നത്. എന്നിട്ട് വഴിക്ക് വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ നല്ല അടിസ്ഥാനം ഇടണം, നിങ്ങൾക്ക് ദൈവം നല്ലൊരു ഭവനം തരാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബേസ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇട്ടു. അപ്പൊ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാം ഞങ്ങൾക്ക് തീർന്നു. അത്രമാത്രം ചെലവായി. അത് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാതിരിക്കുമ്പോൾ എന്റെ പാസ്റ്ററിന്റെ ഒരു സഹോദരൻ അബുദാബിയുടെ പ്രദേശത്തുണ്ട്. അവിടെ ഒരു ദൈവദാസനുമായിട്ട് ഞങ്ങളെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ മിനിസ്റ്റർ ചെയ്യുന്നവരാണ്, അവർക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല എന്നുള്ള ഞങ്ങളെ കുറിച്ചുള്ള വിവരം ഒരു ദൈവദാസനോട് അവിടെ പറയുവാനായിട്ട് അയച്ചിരുന്നു. അങ്ങനെ ആ ദൈവദാസന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു 50,000 രൂപ പാസ്റ്ററിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതോടെ ഞങ്ങൾക്ക് തീർന്നായിരിക്കും, ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. അങ്ങനെ പക്ഷെ ഞങ്ങളുടെ വീടിന്റെ പണി ഞങ്ങൾ ആരംഭിച്ചു. ഓരോ ഘട്ടം പണികളും ചെയ്തുകൊണ്ടിരുന്നു. വാട്സപ്പിലൂടെ മാത്രമേ അദ്ദേഹത്തിന് നമുക്കറിയാവൂ, ഫോൺ വിളിക്കാറുണ്ട്, പിന്നെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ അന്നന്ന് നടക്കുന്ന പണിയുടേതായ ഫോട്ടോസ് ഒക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു വർഷം ഈ പണിക്ക് വേണ്ടി ഓരോ ഘട്ടം പണികൾക്കായിട്ടുള്ള ക്യാഷുകളാ ആ വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി അയച്ചു കൊണ്ടിരുന്നു. ആ ഒരു വർഷം കൊണ്ട് ഏകദേശം 20 ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ദൈവം നൽകി തരുവാനും മനോഹരമായ ഒരു ഭവനം ദൈവം ഞങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോ ഈ ഭവനത്തിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് വിഷമതകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വാടക ഭവനങ്ങളിൽ ഓല കെട്ടാൻ നിവർത്തിയില്ലാതെ, പിന്നെ ഈർക്കിൽ മാത്രമുള്ള ഒരു വാടക ഭവനത്തില് മഴ പെയ്യുമ്പോൾ എന്റെ 2 മക്കളെയും ഞാൻ കൊട നിവർത്തിയിട്ട് അവരുടെ തല നനയാതിരിക്കാൻ വേണ്ടി കൊട വെച്ച് കിടത്തി ഉറക്കിയ അനേക ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഭവനം എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭവനത്തിന്റെ പണി ഒറ്റ വർഷം കൊണ്ട് ദൈവം ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. പറഞ്ഞ ദൂത് പോലെ ഡിസംബർ മാസം 29-ാം തീയതി, പിന്നെ 2 ദിവസമേ ഉള്ളൂ ആ വർഷം അവസാനിക്കാൻ, 2014 ഡിസംബർ 29-ാം തീയതി ഞങ്ങളുടെ ഭവന പ്രതിഷ്ഠയെ ഞങ്ങൾ നടത്തുവാനിടയായിത്തീർന്നു. അപ്പൊ ഈ ഭവന പ്രതിഷ്ഠ നടക്കുന്ന ദിവസം ഞങ്ങളെ സഹായിച്ചതായ ആ വ്യക്തിയെ വിളിച്ച് ഇതുപോലെ ഞങ്ങൾ കയറാനായിട്ട് താല്പര്യപ്പെടുകയാണ്, വരണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾ എനിക്ക് ഒരു മഹത്വവും തരേണ്ട ആവശ്യമില്ല, കാരണം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഭവനം പണിത് നൽകാനായിട്ട്. അതിന് സകല മഹത്വവും നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം, നിങ്ങൾ എന്റെ പേരോ ഒന്നും അവിടെ പറയുവാനായിട്ട് ഇടയായി തീരരുതെന്ന് പറഞ്ഞു. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണോ നിന്ദിക്കപ്പെടുന്നത്, എവിടെയാണോ നമ്മൾ നിരാശ അനുഭവിക്കുന്നത്, ഏത് വിഷയത്തിലാണോ പരാജയപ്പെട്ടു പോകുന്നത്, അതിനു വേണ്ടി ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന
ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ്. അതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോഴും എന്റെ ദേവദാസൻ പറയും, കയറി കിടക്കാൻ ഒരു കൂര ഉണ്ടായിരുന്നെങ്കിൽ മിനിസ്റ്റർ ചെയ്യാമായിരുന്നു. കാരണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അതുപോലെ ദൈവം ഞങ്ങൾക്ക് വളരെ അത്ഭുതകരമായിട്ട് 1 രൂപ പോലും ലോണോ കടമോ ഒന്നുമില്ലാതെ വീട് പൂർത്തീകരിച്ച് ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. അങ്ങനെ പടിപടിയായിട്ട് ശുശ്രൂഷയുടെ മേഖലകളിൽ ദൈവം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി അനുഭവങ്ങൾ ശുശ്രൂഷ മേഖലകളിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതുപോലെ തലമുറകളുടെ വിദ്യാഭ്യാസം മേഖലകൾ ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് വർഷങ്ങളായിട്ട്. VBS പ്രോഗ്രാമുകൾ, അതിലൂടെ ഒത്തിരി കുഞ്ഞുങ്ങളെ ദൈവഭാഗത്തിലേക്ക് സമർപ്പിക്കുവാനും പഠിപ്പിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ദൈവം എനിക്ക് ഒരുക്കി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ മകൾക്ക് ഞങ്ങൾക്കൊരു അത്ഭുതമായ ഒരു രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യം കൂടി പറയാനായിട്ടുണ്ട്. എൻ്റെ മോൾക്ക് 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾക്ക് ഭയങ്കരമായ പനിയായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പല ദേവദാസന്മാരുടെ കൂടെ മീറ്റിങ്ങിനൊക്കെ കടന്നു പോകുന്ന സമയങ്ങളാണ്. അപ്പൊ അന്ന് ഒരു മുഴുരാത്രി പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോ അന്ന് മീറ്റിങ്ങിന് കടന്നു പോയാൽ ക്യാഷ് കിട്ടും. കാരണം പാസ്റ്റർ മാത്രം പോയാൽ 200 രൂപ 250 രൂപ കൊടുക്കും. പാസ്റ്റർ ഭാര്യയെ കൂടെ കൊണ്ടുപോയാൽ 500 രൂപ കൊടുക്കും. അപ്പോ ഈ ക്യാഷ് കിട്ടിയാൽ നമ്മുടെ ബുദ്ധിമുട്ട് മാറും. അതുകൊണ്ട് എന്നെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പാസ്റ്റർ പരിശ്രമിക്കാറുണ്ട്. അന്ന് ഒരു ഭയങ്കരമായ പനിയാണ് മോൾക്ക്, നല്ല പനിയുണ്ട്. എന്നിട്ട് എന്റെ അമ്മയുടെ പക്കല് ഈ മകളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങള് രാത്രി ആരാധനയ്ക്കായിട്ട് കടന്നുപോയി. അന്ന് എന്റെ കയ്യിൽ ഫോണില്ല. പക്ഷെ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ എന്റെ മകൾക്ക് പനി അത്യന്തമായിട്ട് വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ ഞാൻ ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല. എന്റെ അമ്മ എന്റെ പാസ്റ്ററിനെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ജന്നി വരുവാനിടയായിത്തീർന്നു. പനി അധികമായിട്ട് കൂടിയിട്ട് അന്ന് രാത്രി എന്റെ മകള് കണ്ണൊക്കെ അങ്ങ് ഒരുമാതിരി മാറ്റി മരണത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ഇവള് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ ശക്തമായിട്ട് എന്റെ മാതാവും എന്റെ പാസ്റ്ററും ആയിരുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി വളരെ ശക്തിയോടെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആരാധന കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വരുമ്പോഴാണ് വിഷയങ്ങളെല്ലാം ഞാൻ അറിയുന്നത്. എന്റെ കൊച്ചിനെ അന്ന് രാത്രി കാലം ദൈവം ആ മരണകരമായ അവസ്ഥയിൽ നിന്ന് അവളെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതൊരു അത്ഭുത സാക്ഷ്യമാണ്. പിറ്റേ ദിവസം ഈ മകൾ എന്നോട് പറയുന്നു, അമ്മ ഇന്നലെ രാത്രി എന്നെ നല്ല വെള്ള ഫ്രോക്ക് ഇട്ട ഒത്തിരി എന്റെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ വന്ന് എന്നെ വിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ അമ്മച്ചിയും പപ്പയും കൂടെയാണ് എന്നെ വിടാത്തത്, അല്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്ന് അവൾ എന്നോട് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ ഒരു അത്ഭുതകാരം എന്റെ പൈതലിനെ വിടുവിച്ചു. ഇന്ന് അവൾക്ക് 21 വയസ്സ് കഴിഞ്ഞു. അവള് BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അവളെ ആ നിലയിലേക്ക് മാനിച്ചു. ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവള് സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞാണ്. ഇളയ മകന് സാമുവൽ ജോൺ, അവനും അതുപോലെ സ്നാനപ്പെടുവാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി. പിന്നെ അവന് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ ദൈവം ഞങ്ങൾക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം ഒത്തിരി മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് മാത്രമല്ല, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ പഠിച്ചു എനിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തത് കൊണ്ട് 2019 ആയപ്പോ വീണ്ടും എന്റെ മനസ്സിനകത്തൊരു ചിന്ത, ഇങ്ങനെ പഠിച്ചു ജോലിക്കും പോകുന്നില്ല, മിനിസ്ട്രി ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും ഒരു പ്രയോജനപ്പെടുവാനായിട്ടൊന്നും കഴിയാത്ത ഒരവസ്ഥയിൽ ചർച്ചിൽ പോകും, ആരാധനയൊക്കെ നടത്തും, മടങ്ങി വരും. എങ്കിലും എന്റെ മനസ്സിൽ ഒരു ചിന്ത, എന്നിലൂടെ എന്തെങ്കിലുമൊക്കെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ എനിക്ക് അതിനു വേണ്ടി ഒരു വാഞ്ച, എന്നെ നീ ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന 2018, 19 കാലയളവുകളിൽ ഞാൻ വ്യക്തിപരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എനിക്കും എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി ഞാനായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചില ബന്ധങ്ങളൊക്കെ ഒരുക്കി തന്നു. സഹോദരിമാരുടെ ഇടയിൽ ഒത്തിരി മിനിസ്ട്രികളുമായിട്ട് എനിക്ക് പരിചയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മീറ്റിങ്ങിന് ഒരുമിച്ച് ദേവദാസിമാര് ചേർന്ന്, ഞങ്ങൾ സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ പല പ്രസ്ഥാനത്തിലുള്ള സഹോദരിമാര് ചേർന്ന് ഞങ്ങളെ ക്ഷണിക്കുന്നതായ ചർച്ചുകളിൽ കടന്നുപോയി അവിടെ മീറ്റിംഗ് നടത്തുന്നു, അവർക്ക് അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു ആത്മീയ ബന്ധം, ആത്മീയമായി വളരുവാനുള്ള ഒരു പശ്ചാത്തലം ദൈവം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ 2019 മുതൽ എനിക്ക് പുറത്തിറങ്ങി ചർച്ച് മിനിസ്ട്രിയോടൊപ്പം തന്നെ ഈ സഹോദരിമാരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി. അത് കഴിഞ്ഞിട്ട് 2020 ആയപ്പോ കൊറോണ ഒക്കെ വന്നപ്പോ അങ്ങനെ ഞങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെ ഒത്തിരി
മന്ദി വഹിച്ച അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് വീണ്ടും ഒരു ഓൺലൈൻ വഴിയുള്ള ഒരു ലേഡീസിന്റെ പ്രെയർ ഗ്രൂപ്പിലേക്ക് ദൈവം എന്നെ കൊണ്ട് ചെല്ലുവാനിടയായി തീർന്നു. പാസ്റ്റർ ജോയ് പാറയ്ക്കൽ രക്ഷാധികാരിയായി നിന്നുകൊണ്ട് കേരളത്തിന്റെ 14 ജില്ലകളിലും പ്രവർത്തിക്കുന്ന ജെറുസലേം വിമൻസ് പ്രെയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു പിന്നെ ഓൺലൈൻ മീറ്റിംഗിലേക്ക് ദൈവം എനിക്കൊരു അവസരം ഒരുക്കി തന്നു. അതില് ഞങ്ങള് ഒത്തിരി സഹോദരിമാരുണ്ട്. 14 ജില്ലകളിൽ നിന്ന് 300-ലധികം സഹോദരിമാര് ഞങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് പ്രവർത്തകരുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് മോർണിംഗ് പ്രെയർ ഉണ്ട്. 4 മണി മുതൽ 5 മണി വരെ. ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ലോക സുവിശേഷീകരണമാണ്. രാജ്യങ്ങൾക്ക് വേണ്ടി, ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിന് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ജില്ലകള്, ദേവദാസന്മാര്, അങ്ങനെ ഞങ്ങൾക്കൊരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. 1 മണിക്കൂർ 4 മണി മുതൽ 5 മണി വരെ ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഓരോ ജില്ലകളായിട്ടാണ് ഞങ്ങൾ നടത്താറുള്ളത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതില് തിരുവനന്തപുരം ജില്ലയുടെ ഒരു ലീഡറായിട്ടും ദൈവം എന്നെ നിയോഗിച്ചു. അപ്പൊ ഒത്തിരി ദൗത്യങ്ങൾ ദൈവം എന്നെ ഏൽപ്പിച്ചു. എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഒത്തിരി സഹോദരിമാരിന്ന് ഉണ്ട്. ഞാന് ഒരു ഒതുങ്ങിക്കൂടിയ അവസ്ഥയിലായിരുന്നു. ഒന്നിനും ഇങ്ങനെ പുറത്തോട്ട് വരണം, ഒത്തിരി പേടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഇന്ന് ചെറുതായിട്ടൊക്കെ അതൊക്കെ മാറി വരുന്നുണ്ട്. ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മിനിസ്ട്രിയിലൊക്കെ ദൈവം ശക്തമായിട്ട് എന്നെ ഉപയോഗിക്കുന്നു. കഴിഞ്ഞ 2023 ഒരുപാട് അവസരങ്ങൾ ദൈവം എന്റെ ജീവിതത്തിൽ നൽകി തന്നു. ഭവനത്തിന്റെ അകത്തായിരുന്നു എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്ത ഒരു വർഷമായിരുന്നു 2023 എന്ന് പറയുന്നത്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കടന്നു പോകുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി തരുവാൻ ഇടയായിത്തീർന്നു. അതോടൊപ്പം ഇന്ത്യയിലെ 3 സ്റ്റേറ്റുകളിലേക്ക് മിഷൻ ട്രിപ്പായിട്ട് ഞങ്ങൾ സഹോദരിമാര് മാത്രമാണ് പോകുന്നത്. 15 പേരടങ്ങിയ സംഘം ഞങ്ങൾക്ക് കടന്നുപോയി മിനിസ്ട്രി ചെയ്ത് മടങ്ങി വരുവാൻ, ഗ്രാമങ്ങളിലൊക്കെ കടന്നു പോകാനുള്ള അവസരങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നു. അങ്ങനെയൊക്കെ മിനിസ്ട്രികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒത്തിരി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം മറുപടികളെ കണ്ണാല് കാണുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം അവസരം ഒരുക്കി തരുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നു. ഈ 2024 ധാരാളം മീറ്റിങ്ങുകളുണ്ട്. അത് മാത്രമല്ല പരസ്യ യോഗങ്ങൾക്ക് പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തുക സ്വപ്നത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെന്റെ ജീവിത അനുഭവത്തില് ഈ കഴിഞ്ഞ 2023 പല ജില്ലകളിലും നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനുള്ള അവസരങ്ങളും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു. മിനിസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഒത്തിരി ദൂതുകൾ, വാഗ്ദത്തങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ എന്റെ ജീവിതത്തിൽ നിറവേറണം. അതിനുവേണ്ടി ഞാൻ ഈ നാളുകളിൽ എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മാസത്തിൽ ഞങ്ങൾക്ക് പല മീറ്റിങ്ങുകളുണ്ട്. അടുത്ത മാസം ഞങ്ങള് മധ്യപ്രദേശ്, മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മിഷൻ ട്രിപ്പുമായിട്ട് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ ജെറുസലേം പ്രെയർ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി നടക്കുന്നു. സഭാ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ദൈവം ഞങ്ങളെ നടത്തി, ഇനിയും ദൈവം ഞങ്ങളെ നടത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങളായിരിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ അനുഭവങ്ങള്. ആകട്ടെ സിസ്റ്ററെ, വളരെ സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിന്റെ ജീവിതത്തിലെ ദൈവം നടത്തിയതായ അത്ഭുത വഴികളെക്കുറിച്ചും കുട്ടിക്കാലം മുതൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു വളരെ ദാരിദ്ര്യത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും നടുവിലൊക്കെ ആണെങ്കിൽ പോലും ആ മാതാപിതാക്കന്മാര് നല്ല വിദ്യാഭ്യാസം തന്ന അത്രയും ഒരു അറിവുള്ള ഒരു മാതാപിതാക്കന്മാർ, ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരു മാതാപിതാക്കന്മാര് അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ആ മാതാപിതാക്കന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ അതിനേക്കാൾ ഉപരിയായി കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ആ ഒരു നല്ല അനുഭവം സാക്ഷ്യം പറഞ്ഞല്ലോ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. സിസ്റ്റർ പറഞ്ഞല്ലോ 12ാം ക്ലാസ്സിൽ ഇടത്തും വലത്തും ഇരിക്കുന്ന 2 കൂട്ടുകാരെ പാസ്സായി. ഈ സിസ്റ്ററിന്റെ റിസൾട്ടിനെ പറ്റി ഒരു സ്റ്റക്കായി എന്നുള്ളത് പറഞ്ഞല്ലോ. അത് എന്താണ്, ഒന്ന് ക്ലിയർ ചെയ്യാമോ? ഓക്കെ, അത് ക്ലിയർ ചെയ്ത് പറയാം. പക്ഷെ അത് ഞാൻ വിചാരിച്ചല്ലോ, ഞാൻ തോറ്റുപോയെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അങ്ങനെ എല്ലാവരും സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് കോളേജിൽ പോകുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, അടുത്ത അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഞാൻ പുറത്തിറങ്ങാതെ എന്റെ ഭവനത്തിനകത്താണ് ഞാൻ വിഷമതയോടുകൂടി കരയുന്ന ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. കാരണം തോറ്റല്ലോ. പിന്നെ സർട്ടിഫിക്കറ്റ്, തോറ്റവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് പോയാൽ മതിയല്ലോ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്. അങ്ങനെ ചില മാസങ്ങൾ കഴിഞ്ഞു. BScയുടെ അന്നത്തെ അഡ്മിഷൻ ഒക്കെ ക്ലോസ് ആയതിനു ശേഷമാണ് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് ഞാൻ പോകുന്നത്.
പോകുമ്പോ എന്റെ സർട്ടിഫിക്കറ്റ് മാത്രം പ്രിൻസിപ്പാളിന്റെ റൂമില് ഒരു ഫയലിനകത്ത് വെച്ച് എന്റെ സർട്ടിഫിക്കറ്റ് അവിടെ വച്ചിരിക്കുകയാണ്. അപ്പോ ആ പ്രിൻസിപ്പാൾ ഈ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് എന്നോട് ചോദിക്കുന്നു, കുഞ്ഞെന്താണ് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് വരാത്തത്? എനിക്ക് അന്ന് ഫസ്റ്റ് ക്ലാസ് അടുപ്പിച്ച് മാർക്കുണ്ട്, നല്ല മാർക്കോട് കൂടി ഞാൻ പാസ്സായിരിക്കുകയാണ്. എന്താണ് ഈ സർട്ടിഫിക്കറ്റ്? ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റെന്നാണ് കരുതിയത്, കാരണം എന്റെ നമ്പർ പത്രത്തിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് വരാത്തത്. തുടർന്ന് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോ ആ സാർ എന്നോട് പറഞ്ഞത്, കുഞ്ഞിന് ഒരു വർഷം നഷ്ടമായല്ലോ, ഇത്രയും നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് ഈ അടുത്ത് എന്തെങ്കിലും BSc-ക്കൊക്കെ ചേർന്ന് പഠിക്കേണ്ടതായിരുന്നല്ലോ എന്ന് എന്നോട് പറഞ്ഞു. സത്യത്തിൽ അന്ന് എന്റെ മനസ്സ് വളരെ ആനന്ദിച്ചു. ഞാൻ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്റെ വിഷമതകളെല്ലാം മാറി. യഥാർത്ഥത്തിൽ ഞാൻ ജയിച്ചു. അടുത്ത വർഷമാണ് പിന്നീട് ഞാൻ BSc ബോട്ടണിക്ക് വേണ്ടി അഡ്മിഷന് പോകുന്നതും അന്ന് എനിക്ക് അഡ്മിഷൻ തരാതിരിക്കുന്നതും ഞാൻ തിരിച്ച് ഇറങ്ങി വരുന്നതുമായ അനുഭവം. അത് കഴിഞ്ഞിട്ട് തന്നെയും ഞാൻ B.Ed കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായി PSc പരീക്ഷ എഴുതി, HSAയുടെ മലയാളം പരീക്ഷ. ഞാൻ എഴുതിയത് കോഴിക്കോട് ജില്ലയിലാണ് എഴുതിയത്. അന്ന് എനിക്ക് നല്ല എളുപ്പമുണ്ടായിരുന്നു പരീക്ഷ. ഞാൻ നന്നായിട്ട് എഴുതി. ഞാൻ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തായാലും ഒരു ജോലി കിട്ടും, ഉറപ്പാണ്, ഞാൻ ജോലിയിൽ പ്രവേശിക്കും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു. എനിക്ക് ജോലി കിട്ടേണ്ടതുമാണ്. ഞാൻ നന്നായിട്ട് എഴുതി. എനിക്ക് ആ റാങ്ക് ലിസ്റ്റിൽ എന്റെ പേര് വന്നു. പക്ഷെ SIUC ക്രിസ്ത്യനിൽ 3ാമത്തെ സീറ്റാണ് എന്റെ സീറ്റ്. ഞാൻ ഇന്റർവ്യൂവിനായിട്ട് കോഴിക്കോട് കടന്നു പോയി. PSc ഓഫീസിൽ അന്ന് ഞാൻ ഇന്റർവ്യൂവിന് പങ്കെടുത്തു. പക്ഷെ അവിടെയും അവരെന്നോട് പറയുന്നു, കുഞ്ഞ് ഒരു കാര്യം, നിനക്ക് ജോലി ഉറപ്പാണ്, പക്ഷെ 15 ദിവസത്തിനുള്ളിൽ നീ SIUC സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഇവിടെ ഹാജരാക്കണമെന്ന്. അത് അവിടെ വെച്ച് എനിക്ക് ആ ഒരു വിഷയം എന്നെ അലട്ടി. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ അവിടുത്തെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് 15 ദിവസത്തിനകം ഞാൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിയിൽ കയറിക്കോളാം എന്നുള്ള ഒരു കരാറിന്മേൽ ഞാൻ അവിടെ നിന്നും ഇറങ്ങി വന്നു. പക്ഷെ എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ചിന്ത, തിരിച്ച് ഞാൻ ഇനി CSI ചർച്ചിൽ പോകണം, പിന്നെ ആഭരണമൊക്കെ ഞാൻ എടുത്ത് ധരിക്കണം, പിന്നെ ആ പള്ളിയിൽ പോകണം. ഞാൻ അവിടെ വന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു, തരാം, സർട്ടിഫിക്കറ്റ് തരാം, പക്ഷെ അതുവരെയുള്ള മാസവരിയൊക്കെ അടച്ച് തിരിച്ച് ഈ ചർച്ചിൽ വന്ന് ആരാധിക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് തരാൻ, ജോലിയും ലഭിക്കും, ഒരു തടസ്സമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സ് എന്നെ അതിന് അനുവദിച്ചില്ല. ഞാൻ അതിനു വേണ്ടി പോയില്ല. എനിക്ക് ജോലി വേണ്ട എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുവാനിടയായിട്ട്. അന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്തവര് ആ കോഴിക്കോട് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് എന്നെ കണ്ടിട്ട് അവരെന്നോട് പറയാണ്, ഇതുവരെ PSc ചരിത്രത്തിൽ ഞങ്ങൾ ഒത്തിരി പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ജോലിയെ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ടിറങ്ങി പോകുന്ന ഒരു വ്യക്തിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് അതിനു വേണ്ടി ശ്രമിക്കാത്തതെന്ന് എന്നോട് ചോദിച്ചു. അതിന് ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. പക്ഷെ എന്റെ ദൈവം എന്നെ കൈവിട്ടില്ല. ഒരു ജോലി കിട്ടിയാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ദൈവം ഒരു ഭവനം, എനിക്ക് വേണ്ടി ദൈവം ഒരു വർഷത്തില് ഒരു 20 ലക്ഷം രൂപ എനിക്ക് തരാൻ കഴിഞ്ഞുവെങ്കിൽ ഇനിയും എന്നെ നടത്തുമെന്ന് ശക്തമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും, എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും, എന്നെ ദൈവം നടത്തും. എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ അതൊക്കെ നഷ്ടമാക്കിയെങ്കിലും ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും എന്നെ നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ ജോലികളൊക്കെ ഉപേക്ഷിച്ചത്. എന്റെ കുടുംബത്തിലും എന്റെ സഹോദരങ്ങൾക്കും പലർക്കും ജോലി ലഭിക്കേണ്ട സാധ്യതകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഗവൺമെന്റ് ജോലിക്കുള്ള ഓർഡർ വരെ ലഭിച്ചവരാണ് മിക്കവാറും എന്റെ സഹോദരങ്ങൾ. പക്ഷെ ഞങ്ങൾ ഈ വിശ്വാസത്തിന് വേണ്ടി വന്നതുകൊണ്ട്, എന്റെ അമ്മയുടെ ആ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ ഇന്ന് മിനിസ്ട്രിയിൽ തന്നെ ആയിരിക്കുന്നു. പക്ഷെ വളരെ അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ, എല്ലാ കുടുംബങ്ങളെയും അതിശയമായി അത്ഭുതമായി ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അന്ത്യം വരെയും കർത്താവിന് വേണ്ടി നിലകൊള്ളണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഞങ്ങളുടെ എല്ലാവരുടെയും മിനിസ്ട്രി ഓർത്തും ഞങ്ങളെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണം. ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസി സിസ്റ്റർ വിചിത്ര. ഇന്ന് അരോമ TVയിലെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയതായ ജീവിതാനുഭവങ്ങളെ കുറിച്ച്, നാൾ വഴികളെ കുറിച്ച്, നല്ല ഓർമ്മകൾ, ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ലോകപ്രകാരം നല്ല ഒരു ജോലി അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആകാമായിരുന്ന സ്ഥാനത്ത് അതെല്ലാം ഒഴിവാക്കി കർത്താവിന്റെ വേലയെ ശ്രേഷ്ഠമെന്ന് എണ്ണി അതിനെ തിരഞ്ഞെടുക്കുവാൻ, അല്ലെങ്കിൽ ആ വേലയിലെ കർത്താവാക്കിയെടുത്ത വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ഒരു ശുശ്രൂഷക എന്ന നിലയിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ ഇത്രത്തോളം സമയം പങ്കുവച്ചതിനെ കർത്താവ് ദാസിൽ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.
അരോമ ടി വിയിലെ മാന്യ ശ്രോതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വാത്സല്യ സഹോദരി തന്റെ ജീവിതത്തിൽ കടന്നുപോയ നല്ല അനുഭവങ്ങൾ, നല്ല നാൾവഴികളെ കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു. താൻ 12ാം ക്ലാസ്സിൽ പാസ്സായി. പക്ഷേ ആ റിസൾട്ട് പത്രത്തിൽ വന്നപ്പോൾ തൻ്റെ പേര് അവിടെ ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയില്ല. എന്നാൽ താൻ പാസ്സായി എന്നുള്ള വിവരം അറിയാതെ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകുവാൻ കൂടിയായി തീർന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും ചില നന്മകളോ അനുഗ്രഹങ്ങളോ ഒക്കെ നമുക്ക് ലഭിച്ചു, നമുക്ക് ഗ്രാൻഡ് ചെയ്തു, നമുക്കത് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളത് പോയി അന്വേഷിക്കുകയോ അത് വാങ്ങിക്കുകയോ ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ നാളുകൾ, സമയങ്ങൾ നഷ്ടമായി പോകുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. എല്ലാ മനുഷ്യർക്കും തന്നിരിക്കുന്ന ഒരു കാര്യമാണ് നിത്യജീവൻ, നിത്യത, പാപത്തിലുള്ള വിടുതല്, സൗഖ്യം, സന്തോഷം, സമാധാനം. എന്നാൽ പലപ്പോഴും അത് എനിക്ക് കിട്ടത്തില്ല, എൻ്റേതല്ല, അത് അവർക്ക് വേണ്ടിയിട്ടോ ഇന്നാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും നമ്മുടെ നാളുകളെയും നമ്മുടെ സമയങ്ങളെയും നമ്മൾ ദീർഘിപ്പിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറാവും. നമ്മൾ ഇരിക്കുന്നിടത്ത് ഒന്ന് എഴുന്നേൽക്കൂ, ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് നമ്മുടെ സമയമാണ്. നിങ്ങളൊന്ന് എഴുന്നേൽക്കുവോ? കർത്താവിൻ്റെ ആ ക്രൂശിന്റെ ചുവട്ടിൽ ആ സ്നേഹനിധിയായ യേശുവിൻ്റെ ഇമ്പസ്വരം കേൾക്കുവാൻ നമുക്കൊന്ന് പോകാം. ആ മാർത്തയുടെയും മറിയയുടെയും കാര്യം നമ്മൾക്കറിയാം. ആ ഭവനത്തിൽ യേശു വന്നപ്പോൾ മറിയ യേശുവിൻ്റെ പാദപീഠത്തിങ്കിലിരുന്ന് കർത്താവിൻ്റെ വായ്മൊഴികളെ കേൾക്കുവാനും യേശുവിനോടൊപ്പം സമയം ചിലവഴിക്കുവാനും ഇടയായി തീർന്ന നല്ല വചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സമയം ദീർഘിപ്പിക്കരുത്. ഇതുവരെയും യേശുവിനോടൊപ്പം ഇരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ദൈവം ഒരുക്കിയതായ ആത്മീയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനോ ആത്മീയ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇനിയും ദീർഘമാക്കരുത്. നിങ്ങൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ സന്തോഷം ഫയലിനകത്ത് അതിപ്പോഴും അടയ്ക്കപ്പെട്ടിരിക്കുക. വീട്ടിൽ കൊണ്ടു തരത്തില്ല. നാം അത് അന്വേഷിക്കണം, നാം പോകണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താ മോളെ നീ ഇത്രയും നാൾ താമസിച്ചത്? നിന്റെ ഒരു വർഷം പോയല്ലോ. അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ എത്ര വേദന ഉളവാക്കുന്ന കാര്യമാണ്. വാത്സല്യ വിചിത്ര സഹോദരി തൻ്റെ ഒരു ഉദാഹരണം, തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം താന് നമ്മളോടൊപ്പം പങ്കുവച്ചതാണ്. പക്ഷേ അതൊരു സർട്ടിഫിക്കറ്റ് കാര്യം, അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ അതിനേക്കാൾ ഉപരിയായി നാളെ എന്ന് പറയുന്നൊരു ദിവസം നമുക്കുള്ളതല്ല, അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ആകയാൽ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, കർത്താവിന് ഉപയോഗിക്കുവാൻ അവസരം നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല എങ്കിൽ, സക്കായിയോട് കർത്താവ് പറഞ്ഞതുപോലെ വേഗത്തിൽ ഇറങ്ങി വാ, ഇന്ന് നിന്നോടുകൂടെ നിന്റെ ഭവനത്തിൽ വസിക്കേണ്ടതാകുന്നു പറഞ്ഞപ്പോൾ, കർത്താവേ നാളെ വന്നേക്കാം, നീ പോയിക്കോ എന്നല്ല സക്കായി പറഞ്ഞത്. സക്കായി ബന്ധപ്പെട്ട് വേഗത്തിൽ ഇറങ്ങി വന്നു. യേശു സക്കായിയോടൊപ്പം ഭവനത്തിൽ ചെന്നിട്ട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഇവിടുന്ന് രക്ഷ വന്നു. ഇന്ന്, നാളെയല്ല, ഇന്ന്, ഇപ്പോൾ. നമ്മളെപ്പോൾ അനുസരിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറാകുമോ, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതല്, സന്തോഷം, സമാധാനം ഉണ്ടാകുവാൻ ഇടയായി തീരുക. ആകയാൽ വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കൂ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ, രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കൂ. ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിരുന്നാലും കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നതായ ആ സന്തോഷം പ്രാപിക്കുവാൻ വേണ്ടി ഒന്ന് അവൻ്റെ അടുക്കിലേക്ക് ഒന്ന് വരും. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് കണ്ണുകളെ അടയ്ക്കൂ. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവശബ്ദം ഒന്ന് കേൾക്കുവാൻ വേണ്ടി, ആ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ വേണ്ടി. ആമേൻ. കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. ആ ദൈവസ്നേഹത്തിന് വേണ്ടി ആമേൻ ഒന്ന് ഹൃദയം പകരുവാൻ ആമേൻ തയ്യാറാകുമോ? നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ ദാസി ആമേൻ വിചിത്ര സിസ്റ്റർ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കാം. സ്തോത്രം.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഇങ്ങനെ കർത്താവെ അരോമ ടിവിയോടുള്ള ബന്ധത്തിൽ കർത്താവെ അപ്പൊ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, ഇങ്ങനെ ഒരു അവസരം കർത്താവെ അടിയുടെ ജീവിതത്തിന്റെ ദൈവം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ മക്കളിലോട് കർത്താവെ അടിയുടെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾ കർത്താവെ നയിക്കുന്നതായ ദേവദാസനെ, കർത്താവെ കുടുംബത്തെ, തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മിനിസ്ട്രി എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവ് നിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ട കൃപയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ വിജിത്ര ജോൺ. ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിച്ചതിനും സാക്ഷ്യങ്ങൾ പങ്കുവച്ചതിനും കർത്താവിന്റെ ദാസിയോട് നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കളുടേതായ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുവല്ലോ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷം. അരോമ ടി വി പ്രേക്ഷകര്, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.